Bismillahirrahmanirrahim. Wal 'ashr innal insana lafi khusr illa alladhina amanu wa 'amilus salihati wa tawasaw bil haqqi wa tawasaw bis sabr. Alhaakumut takathur hatta zurtumul maqabir. Kalla sawfa ta'lamun thumma kalla sawfa ta'lamun kalla law ta'lamuna 'ilmal yaqin latarawunna al-jahim thumma latarawunnaha 'aynal yaqin thumma latus'alunna yawma idhin 'anin na'im. Bismillah walhamdulillah. Wassalatu wassalamu ala rasulillah. Allahumma salli ala Muhammadin wa ala ali Muhammad. Wa ba'd. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ സൂറത്തുൽ ഹുമസ അതാണ് വിശദീകരിച്ചത്. ഇന്ന് സൂറത്ത് അൽ അസ്ർ, സൂറത്ത് വൽ അസ്ർ, സൂറത്തുൽ അസ്ർ. സൂറത്തുൽ അസ്ർ എത്ര ആയത്താ? മൂന്നായത്ത്. മൂന്നായത്തുള്ള വേറെ സൂറത്ത് നമ്മൾ പഠിച്ചില്ലേ? ഏതാ? സൂറത്തുൽ കൗസർ. സൂറത്തുൽ കൗസർ. പിന്നെ സൂറത്തുൽ നസ്ർ, ഇദാ ജാഅ നസ്റുല്ലാഹി വൽ ഫത്ഹ്. വിശുദ്ധ ഖുർആനിൽ 3 ആയത്തുകൾ ഉള്ള 3 ആയത്തുകളുള്ള 3 സൂറത്തുകളാണുള്ളത്. ഒന്ന് സൂറത്തുൽ നസ്ർ, പിന്നൊന്ന് സൂറത്തുൽ കൗസർ, പിന്നൊന്ന് സൂറത്തുൽ അസ്ർ. നമ്മുടെ ഈ സൂറത്ത് 3 ആയത്തുകളാണ് ഉള്ളത് എങ്കിലും വളരെ അർത്ഥഗർഭവും ആശയസമ്പുഷ്ടവുമാണ് ഈ അധ്യായങ്ങൾ. വിശിഷ്യ സൂറത്തുൽ അസ്ർ. സൂറത്തുൽ അസ്ർ 3 ആയത്തുകളാണ്. മക്ക കാലഘട്ടത്തിൽ അവതീർണമാണ് ഈ സൂറത്ത് എന്നാണ് ഭൂരിപക്ഷ പണ്ഡിതരുടെ അഭിപ്രായം. മക്ക കാലഘട്ടത്തിലാണ് ഇതിൻ്റെ അവതീർണത. സൂറത്തുൽ അസ്ർ എന്നും സൂറത്ത് വൽ അസ്ർ എന്നതിന് പേരുണ്ട്. വൽ അസ്ർ എന്ന് പേരുണ്ട്. വിശുദ്ധ ഖുർആന്റെ സൂറത്തുകളുടെ അവതീർണ ക്രമം നോക്കിയാൽ 13ാമത് അവതരിച്ച സൂറത്താണ് സൂറത്തുൽ അസ്ർ. സൂറത്തുൽ ആദിയാത്തിൻ്റെയും സൂറത്തുൽ ഇൻഷിറാഹിൻ്റെയും ഇടയിലാണ് സൂറത്തുൽ അസ്റിൻ്റെ അവതരണം എന്നാണ് തഫ്സീറുകളിൽ വന്നിട്ടുള്ളത്. വൽ ആദിയാത്തി ദബ്ഹ സൂറത്തിൻ്റെയും അലം നശ്റഹ് ലക് സൂറത്തിൻ്റെയും ഇടയിൽ വൽ അസ്ർ സൂറ അവതീർണമായി എന്നാണ് തഫ്സീറുകളിൽ. ഒരു പ്രത്യേക കാരണം സൂറത്തുൽ അസ്ർ അവതീർണമാകാനില്ല. പക്ഷേ ഇസ്ലാമിക വിജ്ഞാനങ്ങളെ മുഴുവൻ ഉൾക്കൊള്ളും വിധമാണ് സൂറത്തുൽ അസ്ർ എന്ന ഈ 3 അധ്യായം. അതിൻ്റെ പ്രത്യേകത അതാണ്. ഇസ്ലാമിക വിജ്ഞാനങ്ങളെല്ലാം ഈ അധ്യായം ഉൾക്കൊണ്ടിട്ടുണ്ട് എന്നാണ് ഇതിനെ കുറിച്ച് പണ്ഡിതന്മാർ പറഞ്ഞത്. സൂറത്തുൽ അസ്റിനെ കുറിച്ച് ഇമാം ഷാഫിഈ റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞത്, ഈ ഒരു അധ്യായം മാത്രം അള്ളാഹു ജനങ്ങൾക്ക് അവതരിച്ചിട്ടുള്ളൂ എങ്കിൽ ആളുകൾക്ക് ദീൻ പഠിക്കാനും അല്ലെങ്കിൽ ആളുകൾക്ക് മുന്നറിയിപ്പായും താക്കീതൊക്കെ ആയിട്ട് എന്ത് മതി? ഈ ഒരു സൂറത്ത് മാത്രം മതി.
ലവസിഅതുഹും ലകഫത്ഹും, ആളുകൾക്ക് പ്രമാണമായി തെളിവായി ഹുജ്ജത്തായി ഏത് മതി? ഈ സൂറത്തുൽ അസർ മതി എന്നാണ്. കാരണം ഇസ്ലാം ദീനിനെ മുഴുവൻ ആരും ഉൾക്കൊണ്ടിട്ടുണ്ട്? ഈ സൂറത്ത് ഉൾക്കൊണ്ടിട്ടുണ്ട്, സൂറത്തുൽ അസർ. അതുകൊണ്ട് തന്നെ ഈ സൂറത്തിൻ്റെ സവിശേഷതയായിട്ട് ഇമാം തബറാനി റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസിൽ കാണാം, സഹാബികൾ അന്യോന്യം കണ്ടുമുട്ടുമ്പോൾ രണ്ട് സഹാബികൾ അന്യോന്യം കണ്ടുമുട്ടിയാൽ അവർ സൂറത്തുൽ അസർ ഓതി കേൾപ്പിച്ചതിന് ശേഷം സലാം പറഞ്ഞായിരുന്നു പിരിഞ്ഞിരുന്നത് എന്നാണ്. സഹാബികൾ രണ്ടുപേർ കണ്ടുമുട്ടിയാൽ അവരിൽ ഒരാൾ അവരെന്നെ സൂറത്തുൽ അസർ ഓതി കേൾപ്പിക്കും, എന്നിട്ട് സലാം പറഞ്ഞിട്ടായിരുന്നു അവർ പിരിഞ്ഞിരുന്നത് എന്ന് ഹദീസുകളിൽ കാണാം. ഈ സൂറത്തിൻ്റെ മഹത്വമാണ് അറിയിക്കുന്നത്. രണ്ട് സഹാബികൾ അന്യോന്യം കണ്ടുമുട്ടിയിട്ടുണ്ടെങ്കിൽ ഒരാൾ അവരെന്നെ ഈ സൂറത്ത് ഓതി കൊടുക്കുമായിരുന്നു, എന്നിട്ട് സലാം പറഞ്ഞിട്ട് പിരിയുമായിരുന്നു. എന്താണ് വൽ അസ്ർ സൂറത്ത് അർത്ഥമാക്കുന്നത്? എന്താണ് വൽ അസ്ർ സൂറത്ത് തേടുന്നത്? അത് നമ്മുടെ വിഷയം. വൽ അസ്ർ ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ ഇല്ലല്ലദീന ആമനു വഅമിലു സ്വാലിഹാത്ത് വതവാസൗ ബിൽ ഹഖ് വതവാസൗ ബിസ്സബ്ർ. അവിടെ വൽ അസ്ർ, അൽ അസ്ർ എന്നുള്ളത് സൂറത്തിൻ്റെ പേരാണ് അല്ലേ? വൽ അസ്ർ എന്നും സൂറത്തിന് പേരുണ്ട്. അപ്പം എന്താണ് വൽ അസ്ർ? വൽ അസ്ർ എന്നതിൽ വാവുൽ ഖസം എന്നാണ് അതിന് പറയാം. സത്യം ചെയ്യാൻ ഉപയോഗിക്കുന്ന അക്ഷരങ്ങളിൽപ്പെട്ടതാണ് വ, അതേപോലെ തന്നെ ബ, ത. ഈ 3 അക്ഷരങ്ങൾ കൊണ്ടാണ് അറബിയിൽ സത്യം ചെയ്യുക. വല്ലാഹി, ബില്ലാഹി, തല്ലാഹി, അങ്ങനെ സത്യം ചെയ്യും. വല്ലാഹി എന്ന് സത്യം ചെയ്യും, ബില്ലാഹി എന്ന് സത്യം ചെയ്യും, തല്ലാഹി എന്നും സത്യം ചെയ്യും. വല്ലാഹി എന്ന് പറഞ്ഞാൽ അള്ളാഹുവാണ് സത്യം, ബില്ലാഹി എന്ന് പറഞ്ഞാലും അള്ളാഹുവാണ് സത്യം, തല്ലാഹി എന്ന് പറഞ്ഞാലും അള്ളാഹുവാണ് സത്യം. അപ്പം സത്യം ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന അക്ഷരങ്ങളിൽ ഒന്നാണ് വാവ്. ഇവിടെ പ്രയോഗിച്ച വാവ്, അതാണ് വാവുൽ ഖസം, സത്യത്തിന് വേണ്ടിയുള്ള വാവ്. വല്ലാഹി. ഇവിടെ സത്യം ആരെ കൊണ്ടാണ്? അസറിനെ കൊണ്ടാണ്. അസറിനെ കൊണ്ടാണ് സത്യം. സത്യം ഇവിടെ അസറിനെ കൊണ്ടാണ്. അസർ എന്ന് പറഞ്ഞാൽ എന്താ? അസർ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഉദ്ദേശം പലതാണ്. നമ്മൾ ഇൻഷാ അല്ലാഹ് അത് വിശദീകരിക്കാം. അസർ എന്നുള്ളതുകൊണ്ടുള്ള ഉദ്ദേശം പലതാണ്. അസറാണ് സത്യം എന്നാണ്. അസറാണ് സത്യം. അസർ എന്നുള്ളത് അള്ളല്ല, അള്ളാൻ്റെ പേരുമല്ല. അസർ എന്നുള്ളത് അതിന് കാലം എന്നർത്ഥം പറഞ്ഞിട്ടുണ്ട്. ദഹർ, സമാൻ എന്നർത്ഥമുണ്ട്. അപ്പൊ കാലമാണ് സത്യം അല്ലേ? വൽ അസർ എന്ന് പറഞ്ഞാൽ കാലമാണ് സത്യം. അപ്പൊ ഇവിടെ കാലത്തെ കൊണ്ടാണ് സത്യം. കാലത്തെ കൊണ്ട് സത്യം ചെയ്യാൻ പാടുണ്ടോ? അള്ളാഹ്ക്ക് ചെയ്യാൻ, സൃഷ്ടികൾക്ക് ചെയ്യാൻ പാടില്ല. വിധിവിലക്കുകൾ ആയിരിക്കാണ്? വിധിവിലക്കുകൾ പടപ്പുകൾക്കാണ്. അള്ളാഹു നിയാമകനാണ്. അള്ളാഹു വിധിവിലക്കുകൾ അവതരിപ്പിക്കുന്നവനാണ്. അള്ളാഹുവിന് വിധിവിലക്കുകൾ ഇല്ല, അവന് വിധിവിലക്കുകൾ നൽകുന്നവനാണ്. അതുകൊണ്ട് തന്നെ അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിൻ്റെ പടപ്പുകളിൽ ആരെ കൊണ്ട് സത്യം ചെയ്യാൻ? അള്ളാഹ് അങ്ങനെ സത്യം ചെയ്തിട്ടുണ്ട്, പടപ്പുകളെ കൊണ്ട് സത്യം ചെയ്തിട്ടുണ്ട്. അതേപോലെ അള്ളാഹു തൻ്റെ വിശേഷണം കൊണ്ട് സത്യം ചെയ്തിട്ടുണ്ട്. അള്ളാഹ്ക്ക് സത്യം ചെയ്യാം. ഇപ്പോൾ ഇവിടെ വൽ അസ്ർ, വൽ ഫജ്ർ, വദ്ദുഹ അല്ലേ, വൽ ബലദിൽ അമീൻ, ഇങ്ങനെയൊക്കെ സത്യങ്ങളുണ്ട്. വത്തീൻ, വസ്സൈത്തൂൻ, ഇതൊക്കെ സത്യങ്ങളാണ്. അപ്പം അള്ളാഹു സൃഷ്ടികളെ കൊണ്ട് സത്യം ചെയ്തിട്ടുണ്ട്. കാരണം വിധിവിലക്കുകളായിരിക്കാണ്? നമുക്കാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ആരെ കൊണ്ട് സത്യം ചെയ്യാവും? നമ്മൾ അള്ളാഹിനെ കൊണ്ട് സത്യം ചെയ്യാവും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മൻ കാന മിൻകും ഹാലിഫൻ ഫൽയഹ്ലിഫ് ബില്ലാഹ്. നിങ്ങളിൽ സത്യം ചെയ്യുന്നവൻ ആരെ കൊണ്ട് സത്യം ചെയ്യട്ടെ? നിങ്ങൾ സത്യം ചെയ്യുകയാണ് എങ്കിൽ, സത്യം ചെയ്യുന്നവനാണ് എങ്കിൽ അള്ളാഹുവിനെ കൊണ്ട് സത്യം ചെയ്യട്ടെ. ലാ തഹ്ലിഫു ബി ആബായിക്കും, നിങ്ങളുടെ
പിതാക്കളെ കൊണ്ട് സത്യം ചെയ്യരുത്, അങ്ങനത്തെ സമ്പ്രദായങ്ങളുണ്ടായിരുന്നു, അതൊക്കെ വിലക്കി. നമ്മളോട് സത്യം ചെയ്യാൻ പറഞ്ഞാൽ അള്ളാഹുവിനെ കൊണ്ടാണ്. അപ്പോൾ പടപ്പുകൾക്ക് പടച്ചവനെ കൊണ്ടേ സത്യം ചെയ്യാവൂ. അതേസമയം അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിൻ്റെ പടപ്പുകളിൽ അവൻ ഉദ്ദേശിക്കുന്നത് കൊണ്ട് സത്യം ചെയ്യാം. അള്ളാഹിനെ കൊണ്ട് സത്യം ചെയ്യാം. അള്ളാഹിൻ്റെ വിശേഷണം കൊണ്ട് സത്യം ചെയ്യാം. അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആനിൽ കാണാൻ ഈ വ റബ്ബി, ഈ വ റബ്ബി, എൻ്റെ റബ്ബാണ് സത്യം എന്ന് സത്യം കാണാം. അതേപോലെ വൽ ഖുർആനിൽ ഹക്കീം, ഹക്കീമായ ഖുർആനാണ് സത്യം. ഖുർആൻ അള്ളാഹിൻ്റെ കലാമാണ്, അള്ളാഹിൻ്റെ വിശേഷണമാണ്. അപ്പോൾ അള്ളാഹിനെ കൊണ്ട് സത്യം ചെയ്തിട്ടുണ്ട്, അള്ളാഹു അവൻ്റെ വിശേഷണം കൊണ്ട് സത്യം ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ അള്ളാഹുവിന് അവൻ്റെ പടപ്പുകളെ കൊണ്ടും സത്യം ചെയ്യാം. അങ്ങനെ ഒരു പടപ്പിനെ കൊണ്ട് ഇവിടെ സത്യം ചെയ്താണ് ഇവിടെ വൽ അസ്ർ. മനസ്സിലായില്ലേ? നമ്മൾ പടപ്പുകളെ കൊണ്ട് സത്യം ചെയ്യാൻ പാടുള്ളതല്ല, അത് ഷിർക്കാണ് അല്ലെങ്കിൽ കുഫറാണ്. കാരണം വിധി വിലക്കുകൾ അത് നമുക്കാണ്, പടപ്പുകൾക്കാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം പടപ്പുകൾ ആരാണെങ്കിലും, കാബയാണെങ്കിലും നബിയാണെങ്കിലും പിന്നെ പടപ്പുകൾ ആരാവട്ടെ അവരെ കൊണ്ട് ചെയ്യാൻ പാടില്ല, സത്യം ചെയ്യാൻ പാടുള്ളതല്ല, അള്ളാഹിനെ കൊണ്ട് മാത്രമേ സത്യം ചെയ്യാൻ പാടുള്ളൂ. അള്ളാഹു പടപ്പുകളെ കൊണ്ട് സത്യം ചെയ്യുമ്പോൾ അതിൽ ഒരു വിഷയം, സത്യം ചെയ്ത് എന്തൊരു കാര്യമാണോ ഉറപ്പിക്കുന്നത് അതിൻ്റെ ഗൗരവം മനസ്സിലാക്കാൻ. പിന്നെ അള്ളാഹു ഏതൊന്നിനെ കൊണ്ട് സത്യം ചെയ്തിട്ടുണ്ടോ ആ സത്യം ചെയ്ത സംഗതിക്ക് അതിൻ്റേതായ മഹത്വം ഉണ്ടായിരിക്കും, അതിൻ്റേതായ പ്രാധാന്യവും മഹത്വം ഉണ്ടായിരിക്കും. ആ മഹത്വം കൂടി നമ്മൾ ഉൾക്കൊള്ളാനാണ് അള്ളാഹു എന്ത് ചെയ്യണത്, ചില പ്രത്യേക വസ്തുക്കളെ തിരഞ്ഞെടുത്തിട്ട് അവ കൊണ്ട് സത്യം ചെയ്യുന്നത്. അള്ളാഹു സമയങ്ങൾ കൊണ്ട് അതേപോലെ വസ്തുക്കൾ കൊണ്ടൊക്കെ സത്യം ചെയ്തിട്ടുണ്ട്. ഏതൊരു വസ്തുവിനെ സെലക്ട് ചെയ്ത് തിരഞ്ഞെടുത്ത് അള്ളാഹു സത്യം ചെയ്തിട്ടുണ്ടോ ആ വസ്തുവിന് എന്തുണ്ടാവും, ഒരു പ്രത്യേകത, ഒരു സവിശേഷത ഉണ്ടാകും, അല്ലെങ്കിൽ ഒന്നിലേറെ സവിശേഷതകൾ ഉണ്ടായിരിക്കും. ഇവിടെ അള്ളാഹു അസറിനെ കൊണ്ട് സത്യം ചെയ്തു. വൽ അസർ, അസറാണ് സത്യം. എന്താണ് അസർ? ചിലർ പറഞ്ഞു അസർ കൊണ്ട് ഉദ്ദേശം എന്താ, വക്തുൽ അസർ, അസറിന്റെ സമയം, അസറിന്റെ സമയം. ഞാൻ അറബിയിൽ എഴുതുമ്പോൾ ഞാൻ മലയാളത്തിൽ പറയുമ്പോൾ നിങ്ങൾ അങ്ങനെ എഴുതിക്കോ, വക്തുൽ അസർ, അസറിന്റെ സമയം. അപ്പോൾ വൽ അസർ എന്ന് പറഞ്ഞാൽ അസറിന്റെ സമയമാണ് സത്യം. ഏത് ഈ അസറിന്റെ സമയം? ഒരു വസ്തുവിന്റെ നിഴൽ അതിനോളമായത് മുതൽ ഒരു വസ്തുവിന്റെ നിഴൽ അതിന്റെ ഇരട്ടിയാകുന്നത് വരെ. ഒരു വസ്തുവിന്റെ നിഴൽ സൂര്യൻ മധ്യത്തിൽ നിന്ന് ഒരു വസ്തുവിന്റെ നിഴൽ അതിനോളമായത് മുതൽ പിന്നെ അതിന്റെ ഇരട്ടിയാവുന്നത് വരെ. മനസ്സിലായില്ലേ? കാരണം ഒരു വസ്തുവിന്റെ നിഴൽ അതിനോളമാവുന്നത് വരെയാണ് ദുഹറിന്റെ സമയം അവസാനിക്കുന്നത്. പിന്നെ അവിടുന്നാണ് അസറിന്റെ സമയം തുടങ്ങുന്നത്. അത് ഏത് വരെയാണ്? ഒരു വസ്തുവിന്റെ നിഴൽ അതിന്റെ ഇരട്ടിയാവുന്നത് വരെയാണ്. അപ്പോൾ അസറിന്റെ ടൈം അതാണ്. ഭാഷയിൽ ഈ അസറിന്റെ സമയം ഉണ്ടല്ലോ, ഈ സന്ധ്യ അടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അസർ, പിന്നെ അസ്വീല്, പിന്നെ ഇഹ്മിറാർ, ഇങ്ങനെ 3 ടൈമുണ്ട്. ഒരു വസ്തുവിൻ്റെ നിഴൽ അതിനോളമായാൽ കുറച്ച് സമയം അസറാണ്. പിന്നീടുള്ള സമയത്തിന് അറബിയിൽ പറയുന്ന സൂക്ഷ്മമായ പേര് അസീൽ എന്നാണ്. ബുക്രത്തൻ വ അസീല എന്നല്ലേ, ആ അസീലാണ്. പിന്നീട് അസ്തമയത്തോടടുത്തുണ്ടെങ്കിൽ പിന്നെ പറയുന്ന പേരെന്താ, ഇഹ്മിറാർ എന്നാണ്. അപ്പോൾ പിന്നെ അസറായാൽ അസ്തമിക്കുന്നത് വരെയുള്ള ആ സമയം ഉണ്ടല്ലോ, അത് 3 ആക്കി ഭാഗിച്ചിട്ട് ഇങ്ങനെ 3 പേരെന്ത് ചെയ്യാറുണ്ട്, ഭാഷാ പണ്ഡിതന്മാർ അല്ലെങ്കിൽ ഭാഷയിൽ അതിന് പറയാറുണ്ട്. ഇവിടെ അസറിന്റെ സമയം എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇതൊക്കെ ഉൾപ്പെടും. അള്ളാഹു ദുഹ സമയം കൊണ്ട് സത്യം ചെയ്തിട്ടുണ്ട് അല്ലേ? ദുഹ കൊണ്ട് സത്യം ചെയ്തിട്ടുണ്ട്, വദ്ദുഹ വല്ലൈലി ഇദാ സജ. അതേപോലെ അള്ളാഹു ഫജ്റിനെ കൊണ്ട് സത്യം ചെയ്തിട്ടുണ്ട്, വൽ ഫജ്ർ. അതേപോലെ അള്ളാഹു എന്തുകൊണ്ട് സത്യം ചെയ്ത്? അസർ സമയം കൊണ്ട് സത്യം ചെയ്ത്. ഫജ്ർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫജ്ർ സമയമാണ്, ദുഹ എന്ന് പറഞ്ഞാൽ ദുഹ സമയമാണ്. അതേപോലെ തന്നെയാണ് എന്ത് ഇവിടെ അസർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്, അസറിന്റെ സമയമാണ്. ഇതാണ് ഇവിടെ വക്തുൽ അസർ, അസറിന്റെ സമയമാണ് എന്ന് പറഞ്ഞ പണ്ഡിതന്മാർ അതിന് ന്യായം പറഞ്ഞത്. അപ്പോൾ വൽ അസർ എന്ന് പറഞ്ഞാൽ ഒരർത്ഥം അസറിന്റെ സമയമാണ് സത്യം. മറ്റൊരു കൂട്ടർ പറഞ്ഞത് വൽ അസർ എന്ന് പറഞ്ഞാൽ അവിടെ ഉദ്ദേശം സലാത്തുൽ അസറാണ്. എന്താ സലാത്തുൽ അസർ? അസർ നമസ്കാരം.
സലാത്തുൽ അസർ. സലാത്തുൽ അസർ നമുക്കറിയാം. അസർ നമസ്കാരം ദുഹർ, അസർ, മഗ്രിബ്, ഇശാ, സുബ്ഹ് ഇങ്ങനെ 5 നിസ്കാരമല്ലേ. അതിൽ അസർ നമസ്കാരമാണ് ഉദ്ദേശം. അസർ നിസ്കാരത്തിന് പ്രത്യേകത ഉണ്ട് അല്ലേ? എന്താ പ്രത്യേകത? അസർ നിസ്കാരത്തിന്റെ വേറെ പേരെന്താ? അസ്സലാത്തുൽ വുസ്ത. ഹാഫിളു അലസ്സലാവാത്ത് വസ്സലാത്തുൽ വുസ്ത. നിങ്ങൾ അസ്സലാത്തുൽ വുസ്തയെ കാത്തു സൂക്ഷിക്കണം എന്നുള്ളത് പറഞ്ഞു. നിസ്കാരങ്ങളെ കാത്തു സൂക്ഷിക്കണം, അസർ നമസ്കാരത്തെയും. അവിടെ അസർ നമസ്കാരത്തിന് വസ്സലാത്തുൽ വുസ്ത, മധ്യമ നമസ്കാരം അല്ലെങ്കിൽ ഏറ്റവും ഉത്തമ നമസ്കാരം എന്നൊക്കെയാണ് അതിൻ്റെ മാന. അപ്പോൾ അവിടെ അസർ നമസ്കാരത്തിൻ്റെ പ്രത്യേകതയാണ് അറിയിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, മൻ ഫാതതുഹു സലാത്തുൽ അസ്ർ ഫകഅന്നമാ ഉതിറ മിൻ അഹ്ലിഹി വമാലിഹി. ഒരാൾക്ക് അസർ നമസ്കാരം നഷ്ടപ്പെട്ടിട്ടുണ്ട് എങ്കിൽ അവൻ്റെ കുടുംബവും സമ്പത്തും നഷ്ടപ്പെട്ടവനെ പോലെയാണ് എന്ന് മനസ്സിലായി. അത് അസർ നമസ്കാരത്തിൻ്റെ പ്രാധാന്യമാണ് അറിയിക്കുന്നത്. അസർ നമസ്കാരം അസ്തമിച്ചതിന് ശേഷം നിസ്കരിക്കുന്നതിനെ കുറിച്ചാണ് പറയുന്നത്, അല്ലെങ്കിൽ സമയം തെറ്റിക്കുന്നതിനെ കുറിച്ചാണ് പറഞ്ഞത്. അപ്പോൾ അത് അസർ നമസ്കാരത്തിൻ്റെ സമയമാണ് അത് അറിയിക്കുന്നത്, അല്ല അസർ നമസ്കാരത്തിൻ്റെ പ്രാധാന്യമാണ് അറിയിക്കുന്നത്. മനസ്സിലായോ? അതേപോലെ പിന്നെ അന്ത്യനാളിൽ അള്ളാഹു സംസാരിക്കാത്ത 3 കൂട്ടരെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, സലാസത്തുൻ ലാ യുകല്ലിമുഹുമുല്ലാഹ് യൗമൽ ഖിയാമ. അന്ത്യനാളിൽ അള്ളാഹു 3 കൂട്ടരോട് സംസാരിക്കൂല. അതിൽ ഒരാളെ കുറിച്ച് പറഞ്ഞത് കള്ളസത്യത്തിലൂടെ ഒരാൾ സാധനം വിറ്റഴിക്കുകയും കള്ളസത്യം ചെയ്തിട്ട് എന്ത് ചെയ്യുക, അന്യരോർക്ക് സാധനം വിറ്റിട്ട് സമ്പാദിക്കുക. അങ്ങനെയുള്ളവരുടെ ആളുകളോട് അള്ളാഹു സുബ്ഹാനഹു വ തആല പിന്നെ സംസാരിക്കൂല എന്നാണ്. അസർ നമസ്കാരാനന്തരം കള്ളസത്യത്തിലൂടെ സാധനം വിറ്റഴിച്ച് അന്യരുടെ ധനം സമ്പാദിക്കുന്നവരോട് അള്ളാഹു അന്ത്യനാളിൽ സംസാരിക്കൂല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. അവിടെ ഏത് നിസ്കാരം പറഞ്ഞേ? അസർ നിസ്കാരം പറഞ്ഞു. അത് അസർ നിസ്കാരത്തിൻ്റെ പ്രാധാന്യം അറിയിക്കുന്നു എന്നും മാത്രമല്ല അസർ നിസ്കാരത്തിന് ശേഷം പിന്നെ ഇപ്പോഴത്തെ രീതിയല്ല, ഇപ്പം അസർ നിസ്കാരം മുതലാണ് കച്ചവടം തുടങ്ങുക. പണ്ടങ്ങനെയല്ല, പകൽ മുഴുവൻ കച്ചവടം ചെയ്തിട്ട് അസർ നിസ്കാരത്തോടുകൂടി തീരുക. അപ്പോൾ ഈ സാധനങ്ങൾ അവസാനം ഉണ്ടാവുമല്ലോ, പോണ നേരത്തുണ്ടല്ലോ, പോണ നേരത്തെ ഇത് തീരാൻ വേണ്ടിയിട്ടുള്ളൊരു വിൽപ്പന ഉണ്ടാവുമല്ലോ. അപ്പോൾ അതിൽ എങ്ങനെയും വിറ്റിട്ടിയാൽ മതി എന്നുള്ളതായിരിക്കും. അതുകൊണ്ടായിരിക്കാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങനെ പറഞ്ഞത്. ഏതായാലും അവിടെ അസർ നമസ്കാരത്തിന് ശേഷം കള്ളസത്യത്തിലൂടെ ചരക്കുകൾ വിൽക്കുന്നതിനെ കുറിച്ചാണ് പറഞ്ഞത്, അതിനുള്ള മുന്നറിയിപ്പ്. അവരോട് അള്ളാഹു അന്ത്യനാളിൽ സംസാരിക്കൂല എന്നാണ്. ഏതായാലും അസർ നമസ്കാരത്തിന് പ്രാധാന്യമുണ്ട്. അത് സലാത്തുൽ വുസ്തയാണ്. അതിൻ്റെ സമയം തെറ്റിച്ചിട്ടുണ്ടെങ്കിൽ അവർ കുടുംബവും സ്വത്തൊക്കെ നഷ്ടപ്പെട്ടവനെ പോലെയാണ് എന്നൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടെ അസർ നമസ്കാരം കൊണ്ടാണ് അള്ളാഹു സത്യം ചെയ്തത് എന്ന് ചില മുഫസ്സിരീങ്ങൾ. വൽ അസർ എന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ അർത്ഥപ്രകാരം എന്താ അർത്ഥം? അസർ നമസ്കാരമാണ് സത്യം. മറ്റു ചിലർ പറഞ്ഞത് ഇവിടെ അസറുൻ നുബുവ അതാണ് ഉദ്ദേശം. എന്താ ഈ അസറുൻ നുബുവ പറഞ്ഞ? അല്ലെങ്കിൽ അസറുൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലഘട്ടം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലഘട്ടം. ഓരോ ആളുകളുടെയും കാലഘട്ടം പറയില്ല ചരിത്രത്തിൽ. ഇന്ന രാജാവിൻ്റെ കാലം, ഇന്ന പ്രവാചകൻ്റെ കാലം എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യും, ചരിത്രത്തിൽ ഓരോ സംഭവങ്ങൾ അനുസ്മരിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലഘട്ടം എന്താണ്? അത് ശ്രദ്ധേയമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലഘട്ടം അത് ശ്രദ്ധേയമാണ്. എന്തുകൊണ്ട് ശ്രദ്ധേയമാണ്? എന്തുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലഘട്ടം ശ്രദ്ധേയമായത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉദയം ചെയ്തു എന്നുള്ളതിനാൽ ശ്രദ്ധേയമായി. മനസ്സിലായില്ലേ? ഒരു സംസ്കാരത്തിൻ്റെയും വിശ്വാസപരമായ ഒരു നവോത്ഥാനത്തിൻ്റെയും നാന്തി കുറിക്കപ്പെട്ടു എന്നുള്ളതാണ്. വിശ്വാസപരമായി, സാംസ്കാരികമായി, സാമൂഹികമായി, സാമ്പത്തികമായി പറ്റത്തറയായിരുന്ന ഒരു ജനവിഭാഗത്തെ സമുദ്ധരിച്ച കാലഘട്ടമാണ് ഏത്? അസറുൻ നുബുവ. ആ കാലഘട്ടത്തിന് ഒരു പ്രത്യേകത ഉണ്ട് ഇല്ലേ? ഫഹൽ തത്ലബൂന മിനൽ മുഖ്താരി മുഅ്ജിസതൻ കഫാഹു ശഅബു മിനൽ അജ്ദാസി അഹ്യാഹു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുഅ്ജിസത്തുകളിൽ ഒന്നാണ് ജീവനറ്റ് കടന്നിരുന്ന ആ ജനവിഭാഗത്തിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സജീവമാക്കി എന്നുള്ളത്, ജീവനുള്ളവരാക്കി എന്നുള്ളത്. മനസ്സിലായി? ആത്മീയമായി ധാർമ്മികമായി ജീവനറ്റ് കിടന്നിരുന്ന ഒരു വിഭാഗത്തെ റസൂലുള്ളാഹ് ജീവിപ്പിച്ചു എന്നുള്ളത് റസൂലുള്ളാഹിന്റെ ഒരു മുഅ്ജിസത്തായിട്ടാണ് ഇവിടെ കവി എണ്ണുന്നത്. മനസ്സിലായില്ലേ? അപ്പോൾ ആ ഒരു മാറ്റത്തിൻ്റെ കാലഘട്ടത്താണ് അസറുൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അസറുൻ നുബുവ. അതുകൊണ്ട് തന്നെ ആ കാലഘട്ടം ഇതര കാലഘട്ടങ്ങളിൽ നിന്ന് വേർതിരിഞ്ഞ് നിൽക്കുന്ന ഒരു പ്രാധാന്യമുള്ള കാലഘട്ടമാണ്. അതുകൊണ്ട് മുഫസ്സിരീങ്ങൾ ഒരു വിഭാഗം പറഞ്ഞത് വൽ അസർ എന്ന് പറഞ്ഞാൽ എന്താ? വൽ അസർ എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആ കാലഘട്ടം, അതാണ് സത്യം. അങ്ങനെ മുഫസ്സിരീങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ചിലർ പറഞ്ഞത് ഇത്
അസറുൻ നുബുവ മാത്രമല്ല, പിന്നെയോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉമ്മത്തികളുടെ കാലഘട്ടമാണ്. അപ്പോൾ ഇവിടെ അസറുൻ നുബുവത്തുമാണ്, അതേപോലെ തന്നെ ഉമ്മത്തിൻ്റെ കാലഘട്ടമാണ്. രണ്ടും ഒന്നിനൊന്ന് ബന്ധപ്പെട്ട് കിടക്കുന്നതുകൊണ്ട് നമുക്ക് ഒന്നായിട്ട് അസറുൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വ ഉമ്മത്തിഹി. തങ്ങളുടെ ഉമ്മത്തികളുടെ കാലഘട്ടമാണ്. നബിസ്വലാസ്ലമ തങ്ങളുടെ ഉമ്മത്തികളുടെ കാലഘട്ടത്തിന് ഒരു പ്രത്യേകത ഉണ്ട്. എന്താ ഉമ്മത്തികളുടെ കാലഘട്ടത്തിന്റെ പ്രത്യേകത? ഖൈറു ഉമ്മത്തി ജീവിച്ച കാലഘട്ടമാണ് പറയാം. പിന്നെ വഹി ഈസാ നബിക്കൊക്കെ അല്ലേ, മൂസാ നബിക്കല്ലേ? അവസാനത്തെ ഉമ്മത്താണ്. മനസ്സിലായോ? മാത്രല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നിങ്ങളുടെയും ഇതര സമൂഹങ്ങളുടെയും സമുദായങ്ങളുടെയും ഉദാഹരണം ഒരു കൂലിക്കാരൻ്റെ ഉദാഹരണമാണ്. കൂലിക്കാരൻ ഒരാളെ ജോലിക്ക് വിളിച്ച്, മനസ്സിലായി, അയാൾ ഒരു ഖീറാത്തിന് ഫജ്ർ മുതൽ ഉച്ചവരെ ജോലി ചെയ്ത് പിന്നെ അയാൾ വേറൊരു കൂട്ടരെ ജോലിക്ക് വിളിച്ച്, അവർ ഉച്ച മുതൽ അസർ വരെ ഒരു ഖീറാത്തിന് ജോലി ചെയ്ത്, മനസ്സിലായി. പിന്നെ ആ രണ്ട് കൂട്ടർ യഹൂദരും ക്രൈസ്തവരാണ്. രാവിലെ മുതൽ ഉച്ചവരെ ജോലി ചെയ്ത് ജൂതരാണ് ഒരു ഖീറാത്തിന്. ഖീറാത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പിന്നെ ഒരു പർവ്വത സമാനം പ്രതിഫലം എന്നുള്ള അർത്ഥത്തിൽ. പിന്നെ ദുഹർ മുതൽ അസർ വരെ ജോലി ചെയ്ത് ക്രൈസ്തവരാണ്, അവരും ഒരു ഖീറാത്തിന്. പിന്നെ അസർ മുതൽ മഗ്രിബ് വരെ അയാൾ ജോലിക്ക് വിളിച്ചു, രണ്ട് ഖീറാത്തിന്. അസർ മുതൽ മഗ്രിബ് വരെ ഉള്ള ജോലി ചെയ്ത ആളുകൾ രണ്ട് ഖീറാത്തിന് ജോലിക്കാരാണ്. അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉമ്മത്തികളാണ്. അപ്പോൾ അസർ മുതൽ മഗ്രിബ് വരെ നമ്മളൊക്കെ അസർ മുതൽ ഇങ്ങോട്ടുള്ളവരാണ്. ഇനി മഗ്രിബായിരുന്നെങ്കിൽ പിന്നെ നമുക്ക് എന്തില്ല, പിന്നെ ഇവിടെ ആരില്ല, ഇനി സമുദായങ്ങളില്ല, അവസാനത്തെ സമുദായമാണ് നമ്മൾ. അസർ മുതൽ മഗ്രിബ് വരെ ഈ ദുനിയാവിൽ ഉണ്ടാകുന്ന അവസാനത്തെ സമുദായമാണ്. നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ സമയത്ത് ജോലി ചെയ്യുന്നതിന് രണ്ട് ഖീറാത്ത് പ്രതിഫലമാണ്, മഹത്വം കൂടുതലാണ്. അപ്പോൾ നമ്മളുടെ കാലം ഏത് കാലമാണ്? അസറിൻ്റെ അവസാനത്തെ സമയമാണ്, മനസ്സിലായില്ലേ? അതുകൊണ്ട് തന്നെ നമ്മൾ അസർ മുതൽ മഗ്രിബ് വരെ ഖിയാമത്ത് നാളെ സംഭവിക്കുന്നത് വരെയാണ് ഇവിടെ ഉണ്ടാകുക, നമ്മൾ ഈ ഉമ്മത്തികൾ ഇവിടെ ഉണ്ടാകുക. നമ്മുടെ കാലത്തിന് പ്രത്യേകത ഉണ്ട്, നമ്മൾ ജോലി ചെയ്യുന്നതിന് നമുക്ക് രണ്ട് ഖീറാത്ത് പ്രതിഫലമുണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടെ വൽ അസർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലഘട്ടവും പിന്നെ ആരുടെ കാലഘട്ടമാണ്? ഉമ്മത്തികളുടെ കാലഘട്ടവുമാണ് എന്ന് മുഫസ്സിരീങ്ങൾ ഇതിനെ വിശദീകരിച്ചിട്ടുണ്ട്. ഏറ്റവും പ്രബലപ്പെട്ടത് ഇനി എഴുതുന്ന അതാണ്, അതായത് അസർ എന്ന് പറഞ്ഞെങ്കിൽ അദ്ദഹർ അല്ലെങ്കിൽ അസ്സമാൻ. എന്താ സമാൻ? കാലം. വൽ അസർ, അസർ എന്ന് കാലത്തിന് പറയും. ദഹർ അല്ലെങ്കിൽ സമാൻ എന്നൊക്കെ അർത്ഥം വരുന്ന കാലത്തിന് അസർ എന്ന് പറയും. വൽ അസർ. കാലമാണ് സത്യം. ആ അർത്ഥം പ്രബലാണെന്ന് പറയാൻ കാരണം അത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ അതിൽ പെട്ട്, സലാത്തുൽ അസർ അതിൽ പെട്ട്, വക്തുൽ അസറും അതിൽ പെട്ട്, അസറുൻ നബി അതിൽ പെട്ട്, ഉമ്മത്തികളുടെ അസറൊക്കെ അതിൽ പെട്ട്. ഷൻഖീത്തി പ്രബലനായ മുഫസ്സിറാണ് അദ്ദേഹം, അഹ്മദ് അൽ അമീൻ ഷൻഖീത്തി. അദ്ദേഹം എല്ലാ ഈ പറയപ്പെട്ട ആശയങ്ങളൊക്കെ അതിൽ പെട്ട്, അസറിൽ പെട്ട്. ചിലർ പറഞ്ഞ അസർ എന്ന് പറഞ്ഞെങ്കിൽ ലൈല് നഹാർ, രാവ് പകല്. കാലം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ എന്ത് പെട്ട്? എല്ലാം ഉൾപ്പെട്ട്. അപ്പോൾ വൽ അസർ എന്ന് പറഞ്ഞാൽ കാലമാണ് സത്യം. മലയാളത്തിൽ തഫ്സീറുകളിലൊക്കെ വൽ അസർ എന്നുള്ളതിന് കാലമാണ് സത്യം എന്നർത്ഥം കൊടുത്തിട്ടുള്ളത്, മനസ്സിലായോ? ആ അർത്ഥം ഇതിനെ നിരാകരിക്കണില്ല, പിന്നെ ഇതൊക്കെ ഉൾക്കൊള്ളുന്ന രീതിയിലുള്ള അർത്ഥമാണ്. എന്തുകൊണ്ടാണ് അള്ളാഹു കാലത്തെ കൊണ്ട് സത്യം ചെയ്ത്? ഇപ്പം ഇവിടെ ഇതുകൊണ്ടൊക്കെ സത്യം ചെയ്തതിൻ്റെ പൊരുൾ എന്ത് ചെയ്യുക നമ്മൾ മനസ്സിലാക്കി. ഇതുകൊണ്ട് അസർ കൊണ്ട് ദഹർ കൊണ്ട് സത്യം ചെയ്തതിൻ്റെ പൊരുൾ എന്താണ്? അതിൻ്റെ യുക്തി എന്താ? അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ പടപ്പുകളിൽ ഒന്നിനെ കൊണ്ട് സത്യം ചെയ്യുമ്പോൾ ആ പടപ്പിൻ്റെ മഹത്വവും അതേപോലെ തന്നെ സത്യം ചെയ്ത് ഉറപ്പിക്കുന്ന കാര്യത്തിൻ്റെ ഗൗരവവും അതാണല്ലോ നമ്മൾ മനസ്സിലാക്കാനുള്ളത്. അപ്പോൾ കാലം കൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല സത്യം ചെയ്യുമ്പോൾ എന്താ കാലത്തിൻ്റെ പ്രത്യേകത?
കാലത്തിൻ്റെ പ്രത്യേകത, ആ കാലത്തിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ജീവിക്കുന്നത് അല്ലേ. കാലം കവി പറഞ്ഞതുപോലെ ഒരു കപ്പലിൽ എന്ന പോലെ നമ്മളെയും കൊണ്ട് പോവുക. പക്ഷേ കപ്പലിൻ്റെ സഞ്ചാരം, കാലമാകുന്ന കപ്പലിൻ്റെ സഞ്ചാരം നമ്മൾ അറിയണില്ല. കപ്പൽ പോയിക്കൊണ്ടിരിക്കണം. നമ്മുടെ ഓരോ നിമിഷങ്ങളും മനസ്സിലല്ലേ, അത് മിനിറ്റുകൾക്ക് വഴിമാറി, മിനിറ്റുകൾ മണിക്കൂറുകൾക്ക് വഴിമാറി, മണിക്കൂറുകൾ ദിവസങ്ങൾക്ക് വഴിമാറി, ദിവസങ്ങൾ ആഴ്ചകൾക്ക് വഴിമാറി, മാസങ്ങൾക്ക് വഴിമാറി, ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ നമ്മൾ അറിയണില്ല. മനസ്സിലല്ലേ, ഇവിടെ ജനിക്കുന്നു, മരിക്കുന്നു, കാലത്തിൽ ഉദിക്കുന്നു, അസ്തമിക്കുന്നു, പിന്നെ ആളുകൾ സുഹൃതങ്ങൾ പ്രവർത്തിക്കുന്നു, ദുർകർമ്മങ്ങൾ പ്രവർത്തിക്കുന്നു, പലതും എന്ത് ചെയ്യുന്നുണ്ട്, ഈ കാലത്തിൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. മനസ്സിലല്ലേ, കാലം മഹാത്ഭുതമാണ്. കാലം മഹാത്ഭുതമാണ്. അത് ഭൂതകാലമായാലും വർത്തമാനമായിട്ടുണ്ടെങ്കിലും ഒക്കെ എല്ലാം അത്ഭുതങ്ങളാണ്. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ കാലത്തെ കൊണ്ടാണ് ഇവിടെ സത്യം ചെയ്യുന്നത്. വൽ അസ്ർ, കാലമാണ് സത്യം. കാരണം അത് മഹാത്ഭുതമാണ്. ആളുകൾ അത് ആലോചിക്കേണ്ടതുണ്ട്. തയ്യബ്, ഇപ്പം എന്തുകൊണ്ടൊക്കെ നമ്മൾ സത്യം ചെയ്തത് വൽ അസ്ർ എന്നുള്ളത് മായച്ചിട്ടുണ്ടെങ്കിൽ എങ്ങനെ പറയാം? വൽ അസ്ർ പറഞ്ഞാണ്, അസറിൻ്റെ സമയമാണ് സത്യം. അസർ നമസ്കാരമാണ് സത്യം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലഘട്ടമാണ് സത്യം, അല്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉമ്മത്തികളുടെ കാലഘട്ടമാണ് സത്യം, അല്ലെങ്കിൽ കാലമാണ് സത്യം. കാലമാണ് സത്യം. ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ. അല്ലാഹു സുബ്ഹാനഹു വ തആല സത്യം ചെയ്തിട്ട് എന്താണ് ഉറപ്പിക്കുന്നത്? സത്യം ചെയ്യുന്നത് എന്തിനാ? നമ്മൾ സത്യം ചെയ്യാറ് നമ്മൾ കാര്യം സത്യത്തിനപ്പുറം പറഞ്ഞ് ഉറപ്പിക്കാനാണ്. അതിന് നിസ്സാരമായ കാര്യമാണെങ്കിലും മനസ്സിലല്ലേ, ഇതിപ്പോൾ വാങ്ങാൻ കടയിൽ ചെന്നിട്ടുണ്ടെങ്കിൽ കം റിയാലൈൻ, റിയാലൈൻ വല്ലാഹി റിയാലൈൻ അല്ലേ, അവിടെ വല്ലാറി. എന്തിനാ വല്ലാറിനെ? റിയാലൈനിയാണെന്നുള്ളത് ഉറപ്പിക്കാനാണ്. സത്യം ചെയ്യുന്നത് എന്തിനാ? സത്യത്തിനപ്പുറം പറയുന്ന കാര്യമുണ്ടല്ലോ, പ്രസ്താവന, അതിനെ ഉറപ്പിക്കാനും തീർപ്പാക്കാനുമാണ്. അപ്പോൾ ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സംബന്ധിച്ചിടത്തോളം അല്ലാഹു വൽ അസ്ർ എന്ന് പറഞ്ഞിട്ട് ഉറപ്പിക്കണത് ഇന്നൽ ഇൻസാന ലഫി ഖുസ്ർ. ഇന്ന എന്നുള്ളതിൻ്റെ അർത്ഥം എന്താ? ഇന്ന തീർച്ചയായും, തൗക്കീദിന് വേണ്ടിയാണ് അത് പ്രയോഗിക്കുക. ഇന്ന ശക്തിപ്പെടുത്താൻ, ബലപ്പെടുത്താൻ. അൽ ഇൻസാൻ, അൽ ഇൻസാൻ, ഇൻസാൻ എന്ന് പറഞ്ഞാൽ മനുഷ്യൻ അല്ലേ. ഒരു മനുഷ്യനാണ് എന്ത് പറയുക? ഇൻസാൻ എന്നറിയാം. ഒരു മനുഷ്യനാണ് ഇൻസാൻ എന്നറിയാം. ഇൻസാൻ എന്ന് പറഞ്ഞാൽ ഒറ്റ മനുഷ്യൻ. മനുഷ്യന്മാർ എന്നുള്ള നാസ് എന്നൊക്കെ പറയാം അല്ലേ. ഇവിടെ ഇൻസാൻ എന്നല്ല അള്ളാഹു പറഞ്ഞത്, അൽ ഇൻസാനാണ് അല്ലേ. ഇതിനു മുമ്പ് എന്ത് വന്നിട്ടുണ്ട്? അല്ല് വന്നിട്ടുണ്ട്. ഈ അല്ലിനാണ് ജിൻസിൻ്റെ അൽ അല്ലെങ്കിൽ ഇസ്തിഗ്റാഖിൻ്റെ അൽ എന്ന് പറയും. അപ്പം എന്തായി എന്നറിയോ അർത്ഥം? ഈ അല്ല് വന്നതോടുകൂടി മനുഷ്യവർഗം ആ സകലം, മനുഷ്യർ ആ സകലം. അൽ ഇൻസാൻ എന്ന് പറഞ്ഞാൽ മനുഷ്യവർഗം, മനുഷ്യൻ, കുടുംബം, വ്യക്തി, കുടുംബം, സമൂഹം, ഒക്കെ ഉലകം, ലോകം, മനുഷ്യനൊന്നടങ്കം ഉൾപ്പെട്ട്. ഇന്നൽ ഇൻസാൻ, തീർച്ചയായും മനുഷ്യർ എല്ലാവരും. അവിടെ ഈ അല്ലിന് കുല്ലുൻ എന്നുള്ള അർത്ഥത്തിൽ ആണ് അത് വന്നിട്ടുള്ളത്. മനുഷ്യരെല്ലാവരും, കാഫിറും മുസ്ലിമും ഒക്കെ മനുഷ്യരെല്ലാവരും. ലഫി ഖുസ്ർ, ലഫി ഖുസ്ർ. അവിടെ ലാമുണ്ട്. ഫി ഖുസ്ർ. എന്താ ഖുസ്ർ? ഖുസ്ർ എന്ന് പറഞ്ഞാൽ ഖുസ്റാൻ, കുഫർ, കുഫ്രാൻ എന്ന് പറയുന്ന പോലെ ഖുസ്ർ, ഖുസ്റാൻ എന്ന് പറഞ്ഞാൽ നഷ്ടം. നഷ്ടം. റിബിഹ എന്ന് പറയില്ലേ, റിബിഹ എന്താ? ലാഭം. റിബിഹ ലാഭം, അതിൻ്റെ വിപരീതമാണ് ഖുസ്ർ, നഷ്ടം. ഫി ഖുസ്ർ, ഫി ഖുസ്ർ എന്ന് പറഞ്ഞാൽ നഷ്ടത്തിൽ. ലാമ് ഇത് തൗക്കീദിനാണ്, എന്ന് പറഞ്ഞാൽ ശക്തിപ്പെടുത്താനാണ്. ഇതിന് ഭാഷാ വ്യാകരണത്തിൽ മുസഹലിഖത്തിൻ്റെ ലാമ് എന്നതിന് പറയാം, മുസഹലിഖ എന്ന് പറയും. ഇത് തൗക്കീദിന് വേണ്ടിയാണ്. എന്നുണ്ടെങ്കിൽ തീർച്ചയായും എന്നുള്ളൊരാശയമാണ് അത് കൊണ്ടുവരിക. അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യർ സകലരും നഷ്ടത്തിലാണ് എന്നാണ് പറയുന്നത്. മനുഷ്യർ സകലരും നഷ്ടത്തിലാണ്. ആ കാര്യം പറയാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല അറബി ഭാഷയിൽ
ഒരാശയത്തെ ശക്തിപ്പെടുത്തുന്ന മൂന്ന് പ്രയോഗങ്ങൾ നടത്തി. ഒന്നെന്താ? ഒന്ന് സത്യാണ്, വൽ അസ്ർ സത്യാണ്. 2 ഇന്ന, 3 ഇലാമ്. അപ്പോൾ മനുഷ്യർ നഷ്ടത്തിലാണ് എന്നുള്ളത് അറിയിക്കുവാൻ അള്ളാഹു വളരെ ശക്തിപ്പെടുത്തുന്ന, ആ ആശയത്തെ ശക്തിപ്പെടുത്തുന്ന 3 പ്രയോഗങ്ങളിലൂടെയാണ് എന്ത് ചെയ്തത്? അള്ളാഹു സുബ്ഹാനഹു വ തആല അത് പറഞ്ഞത്. ലഫീ ഖുസർ. ഇന്നൽ ഇൻസാന ഖാസിർ. അർത്ഥം പറഞ്ഞോ കാണി. എന്താ ഇന്നൽ ഇൻസാന? തീർച്ചയായും മനുഷ്യൻ ഖാസിറുൻ, എന്താ? നഷ്ടക്കാരനാണ്. ഖാസിറുൻ അല്ലേ? മനുഷ്യൻ നഷ്ടക്കാരനാകുന്നു. അള്ളാഹു സുബ്ഹാനഹു വ തആല അത് പറയാതെ ലഫീ ഖുസ്രിൻ എന്നാ പറഞ്ഞത്. ദർഫ് എന്ന് പറയുന്നത്. ദർഫ് ഇന്നൽ ഇൻസാന ഖാസിറുൻ എന്ന് പറയാതെ ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ എന്ന് പറയുമ്പോൾ അർത്ഥത്തിലുള്ള വ്യത്യാസം നഷ്ടത്തിലാണ് എന്നല്ല, പിന്നെയോ നഷ്ടത്തിൽ മനുഷ്യർ തുടരുകയാണ്, അതിൽ നിത്യമായിട്ട് മനുഷ്യർ തുടരുകയാണ് എന്നുള്ള ആശയമാണ്. മനസ്സിലായി? അതുകൊണ്ട് അത് വരാനാണ് ഈ പ്രയോഗം. ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ. അതാണ് മുഫസ്സിരീങ്ങൾ പറയുന്നത്. എന്തിനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖാസിർ എന്ന് പറയാതെ ഫീ ഖുസ്ർ എന്ന് പറഞ്ഞത്? ഫീ ഖുസ്ർ എന്ന് പറഞ്ഞത് നഷ്ടത്തിൽ മനുഷ്യർ ആണെന്ന് മാത്രമല്ല, പിന്നെയോ നഷ്ടത്തിൽ ആളുകൾ ആയിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ളത് അറിയിക്കാനാണ് ഈ പ്രയോഗം ലഫീ ഖുസ്ർ. അപ്പോൾ വൽ അസ്ർ ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ. അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യർ മുഴുവൻ നഷ്ടത്തിലാണ് എന്ന് പറഞ്ഞിട്ട് 4 കൂട്ടരെ എന്ത് ചെയ്ത് അതിൽ നിന്ന് ഒഴിവാക്കി. 4 കൂട്ടരെ ഒഴിവാക്കി. അതാണ് ഇവിടെ ഈ തുടർന്ന് പറയുന്നത്. ഇല്ലല്ലദീന ആമനു വഅമിലു അസ്സാലിഹാത്ത് വതവാസൗ ബിൽ ഹഖ് വതവാസൗ ബിസ്സബ്ർ. ഇല്ലല്ലദീന ആമനു, ഇല്ല എന്ന് പറഞ്ഞാൽ ഒഴികെ, ഇസ്തിസ്ന. ഇല്ല അല്ലദീന ആമനു. അല്ലദീന ആമനു എന്ന് പറഞ്ഞാൽ വിശ്വസിച്ചവർ. അല്ലദീന എന്ന് പറഞ്ഞാൽ യാതൊരു കൂട്ടർ. ആമനു അവർ വിശ്വസിച്ചിരിക്കുന്നു. അപ്പോൾ അല്ലദീന ആമനു വിശ്വസിച്ചവർ ഒഴികെ. അപ്പം മനുഷ്യരെല്ലാവരും നഷ്ടത്തിലായിക്കൊണ്ടേയിരിക്കുകയാണ്. ആരൊഴികെ? അല്ലദീന ആമനു, വിശ്വസിച്ചവർ ഒഴികെ. വഅമിലു അസ്വാലിഹാത്ത്. വഅമിലു, അമിലു എന്ന് പറഞ്ഞാൽ പ്രവർത്തിച്ചു. വഅമിലു അവർ പ്രവർത്തിക്കുകയും ചെയ്തു. എന്ത് പ്രവർത്തിച്ചു? അസ്വാലിഹാത്ത്. സാലിഹാത്ത് എന്ന് പറഞ്ഞാൽ, സാലിഹ എന്ന് പറഞ്ഞാൽ നല്ലത് എന്നർത്ഥം. നല്ലവ, നല്ലത്. അത് വിശേഷണമാണ്. അതുകൊണ്ട് വിശേഷിപ്പിക്കപ്പെട്ടത് എന്തെന്ന് പറഞ്ഞിട്ടില്ല. സാലിഹാത്ത് എന്ന് പറഞ്ഞത്, സാലിഹ് എന്ന് പറഞ്ഞത്, സാലിഹ് എന്ന് പറഞ്ഞാൽ നല്ലത്, നല്ലവൻ എന്നർത്ഥം. റജുലുൻ സാലിഹ് എന്ന് പറഞ്ഞാൽ നല്ല മനുഷ്യൻ. ഇമ്രഅത്തുൻ സാലിഹത്തുൻ നല്ല സ്ത്രീ അല്ലേ? ഇവിടെ സാലിഹാത്ത് എന്നേ പറഞ്ഞിട്ടുള്ളൂ. സാലിഹാത്ത് എന്ന് പറഞ്ഞാൽ നല്ലത് എന്നർത്ഥം. അത് ഈ ക്രിയ അറിയിക്കുന്നുണ്ട്. വഅമിലു അസ്സാലിഹാത്ത് എന്ന് പറഞ്ഞാൽ വഅമിലു അൽ അഅമാൽ അസ്സാലിഹാത്ത്, നല്ല അമലുകളാണ്, അമലുകൾ. അപ്പോൾ വഅമിലു അൽ അഅമാൽ അസ്സാലിഹാത്ത്, നല്ല പ്രവൃത്തികൾ, കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തവർ ഒഴികെ. ഇല്ലല്ലദീന ആമനു വഅമിലു അസ്സാലിഹാത്ത്, നല്ല പ്രവൃത്തികൾ പ്രവർത്തിക്കുകയും ചെയ്തവർ ഒഴികെ. നമുക്ക് എന്താണ് നല്ല പ്രവൃത്തി നമുക്ക് പറയാം. പിന്നെ മൂന്നാമത്, നഷ്ടത്തിൽ പരാജയത്തിൽ തുടരാത്തവർ. മൂന്നാമത്തേത് വതവാസൗ ബിൽ ഹഖ് വതവാസൗ ബിസ്സബ്ർ. വതവാസൗ ബിൽ ഹഖ് എന്താ? തവാസ യതവാസ എന്ന് പറഞ്ഞാൽ ഒരാൾ അന്യനെ ഉപദേശിക്കണീനെ പറയാം. തവാസ എന്നുള്ളതാണ് ക്രിയ. വസിയ്യത്തിൽ നിന്നാണ് അത് ഉണ്ടായത്. വസിയ്യത്ത് എന്നാണ് എന്താ? ഉപദേശം. വസിയ്യത്ത്. തവാസ തവാസൗ, തവാസ എന്ന് പറഞ്ഞാൽ അന്യോന്യം ഉപദേശിച്ചു. തവാസൗ അവർ അന്യോന്യം ഉപദേശിച്ചു. അവിടെ തവാസൗ അവർ അന്യോന്യം ഉപദേശിച്ചു. വതവാസൗ അവർ അന്യോന്യം ഉപദേശിക്കുകയും ചെയ്തു. എന്തുകൊണ്ട്? ബിൽ ഹഖ്, ഹക്ക് കൊണ്ട്. എന്താ ഈ ഹക്ക്?
ഹക്കെന്താ? ഹക്കിന്റെ നേരെ ഓപ്പോസിറ്റ് ബാത്തിലാണ്. ബാത്തിൽ എന്ന് പറഞ്ഞാൽ നിരർത്ഥകാണ്, അസത്യം. അപ്പൊ ഹക്ക് പറഞ്ഞാൽ സത്യം. വതവാസൗ ബിൽ ഹഖ്, ഹക്ക് കൊണ്ട് അന്യോന്യം ഉപദേശിക്കുകയും ചെയ്തു. അങ്ങനെയുള്ളവർ മൊഴിയെന്നാണ് ഇവിടെ ഹക്ക് കൊണ്ടുള്ള ഉദ്ദേശം. പണ്ഡിതന്മാർ പറഞ്ഞത് ഒന്ന് ഫിഅലു തആത്ത്, എന്താ പുണ്യപ്രവൃത്തികൾ, പുണ്യപ്രവൃത്തികൾ. അതേപോലെ തന്നെ തർക്കുൽ മാസിയാത്ത്, പുണ്യങ്ങൾ പ്രവർത്തിക്കുക, തർക്കുൽ മാസിയ, മാസിയാത്ത്. തെറ്റുകൾ വെടിയുക, അതാണ് ഏറ്റവും ഹക്ക്. ഫിഅലു തആത്ത്, സൽപ്രവർത്തികൾ, പുണ്യങ്ങൾ പ്രവർത്തിക്കുക. തർക്കുൽ മാസിയാത്ത്, തിന്മകൾ വെടിയുക. ഇത് ഖൈർ, ഉദ്ദേശിച്ചത് ഖൈറാണ് അല്ലേ? ഇത് ഷർ. അപ്പൊ ഫിഅലു തആത്ത് എന്ന് പറഞ്ഞാൽ ഫിഅലുൽ ഖൈർ, നന്മ പ്രവർത്തിക്കുക. തർക്കുൽ മാസിയത്ത് എന്ന് പറഞ്ഞാൽ തർക്കുൽ ഷർ, തിന്മ വെടിയുക, ഒഴിവാക്കുക. അപ്പൊ വതവാസൗ, അവർ അന്യോന്യം ഉപദേശിക്കുകയും ചെയ്തു. ബിൽ ഹക്ക്, ഹക്ക് കൊണ്ട്. ഹക്ക് എന്ന് പറഞ്ഞാൽ എന്താ? നന്മ പ്രവർത്തിക്കലാണ്, തിന്മ വെടിയലാണ്. അപ്പം നന്മ പ്രവർത്തിക്കുവാൻ, തിന്മ വെടിയുവാൻ അന്യോന്യം ഉപദേശിക്കുകയും ചെയ്തവർ ഒഴികെ, ഉപദേശിക്കുകയും ചെയ്തവർ ഒഴികെ. വതവാസൗ ബിസ്സബ്ർ, വതവാസൗ, അവർ അന്യോന്യം ഉപദേശിക്കുകയും ചെയ്തു. ബിസ്സബ്ർ, സബർ എന്താ? സബർ എന്ന് പറഞ്ഞാൽ ക്ഷമ. സബർ ക്ഷമ. അപ്പോൾ ബിസ്സബ്ർ, ക്ഷമ കൊണ്ടും അവർ അന്യോന്യം ഉപദേശിച്ചു. വാവാത്തഫിൻ്റെത്. അപ്പോൾ ക്ഷമ കൊണ്ട് അന്യോന്യം ഉപദേശിക്കുകയും ഹക്ക് കൊണ്ട് അന്യോന്യം ഉപദേശിക്കുകയും സൽപ്രവർത്തികൾ അനുഷ്ഠിക്കുകയും വിശ്വസിക്കുകയും ചെയ്തവർ ഒഴികെ മനുഷ്യരെല്ലാവരും ലഫി ഖുസ്ർ, നഷ്ടത്തിലാണ്, നഷ്ടത്തിലായിക്കൊണ്ടേ ഇരിക്കുന്നു, നഷ്ടത്തിലായിക്കൊണ്ടേ ഇരിക്കുന്നു. ഇവിടെ അല്ലാഹു മനുഷ്യരെല്ലാവരും നഷ്ടത്തിലായിക്കൊണ്ടേ ഇരിക്കുന്നു എന്ന് പറഞ്ഞ് 4 ഗുണങ്ങൾ, ചതുർഗുണങ്ങൾ ഉള്ള മനുഷ്യരൊഴികെ എന്നാണ് പറഞ്ഞത്. ഏതാ ഈ ചതുർഗുണങ്ങൾ? 1 വിശ്വസിക്കുക, 2 സൽപ്രവൃത്തികൾ അനുഷ്ഠിക്കുക, 3 സത്യം, അതുകൊണ്ട് അന്യോന്യം ഉപദേശിക്കുക, പിന്നെ ക്ഷമ കൊണ്ടും അന്യോന്യം ഉപദേശിക്കുക. ഈ 4 ഗുണങ്ങൾ, ചതുർഗുണങ്ങൾ ഉള്ള മനുഷ്യരൊഴികെ ബാക്കിയുള്ളവരെല്ലാം നഷ്ടത്തിലാകുന്നു, നഷ്ടത്തിലായിക്കൊണ്ടിരിക്കുന്നു എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഉണർത്തുന്നത്. ഇവിടെ ഇല്ലല്ലദീന ആമനു, വിശ്വസിച്ചവർ ഒഴികെ. വിശ്വസിക്കേണ്ട കാര്യങ്ങൾ ഏതൊക്കെ? ഈമാൻ കാര്യങ്ങൾ എത്ര ഈമാൻ കാര്യങ്ങൾ? 6 അപ്പൊ വിശ്വസിക്കേണ്ടത് ഏതൊക്കെയാണ്? ആരിൽ വിശ്വസിക്കണം? അള്ളാഹുവിൽ വിശ്വസിക്കണം, പിന്നെ മലക്കുകളിൽ വിശ്വസിക്കണം, പിന്നെ കുത്തുബിൽ വിശ്വസിക്കണം. കിതാബല്ലല്ലോ, കുത്തുബല്ലേ. പിന്നെ അമ്പിയാക്കളിൽ വിശ്വസിക്കണം അല്ലേ? അമ്പിയാക്കളിലും അതേപോലെ തന്നെ മുർസലീങ്ങളിലും വിശ്വസിക്കണം. അമ്പിയാക്കളിലും റുസുലിലും വിശ്വസിക്കണം. പിന്നെ ഖൈറു ശർറ അൽ യൗമിൽ ആഖിറിൽ വിശ്വസിക്കണം, അന്ത്യനാളിൽ വിശ്വസിക്കണം. പിന്നെയോ അൽ ഖദർ, ഖദറിൽ വിശ്വസിക്കണം. അള്ളാഹുവിൽ വിശ്വസിക്കുക, മലക്കുകളിൽ വിശ്വസിക്കുക, കിതാബുകളിൽ വിശ്വസിക്കുക, നബിമാരിൽ മുർസലീങ്ങളിൽ വിശ്വസിക്കുക, അന്ത്യനാളിൽ വിശ്വസിക്കുക, ഖദറിൽ വിശ്വസിക്കുക. അല്ലേ? ഇതാണ് വിശ്വാസ കാര്യങ്ങൾ. ഇല്ലല്ലദീന ആമനു, വിശ്വസിച്ചവർ ഒഴികെ. വിശ്വസിക്കേണ്ട കാര്യങ്ങൾ ഏതൊക്കെയാണ്?
അള്ളാഹുവിലുള്ള വിശ്വാസമാണ്. അള്ളാഹുവിൽ എങ്ങനെ വിശ്വസിക്കുക? അള്ളാഹു ഉണ്ടോ? ഓക്കെ, അതാ. പിന്നെ എങ്ങനെ അള്ളാഹുവിൽ വിശ്വസിക്കണ്ട്? അള്ളാഹു റബ്ബാണെന്ന് വിശ്വസിക്കണം അല്ലേ? റബ്ബാണെന്ന് വിശ്വസിക്കണം. എങ്ങനെ അള്ളാഹു റബ്ബാണെന്ന് വിശ്വസിക്കുക? അള്ളാഹുവാണ് സൃഷ്ടാവ്, അവനാണ് പരിപാലകൻ, അവനാണ് സൃഷ്ടി നിയന്ത്രിക്കുന്നവൻ അല്ലേ? അവനാണ് ഉടമസ്ഥൻ. സൃഷ്ടിച്ച് ഉടമപ്പെടുത്തി പരിപാലിച്ച് സൃഷ്ടി നിയന്ത്രിക്കുന്നവൻ അവനാരാണ്? റബ്ബ്. അതാണ് തൗഹീദുർ റുബൂബിയ്യ, രക്ഷാകർതൃത്വത്തിലുള്ള അള്ളാഹുവിൻ്റെ ഏകത്വം. അപ്പോൾ അള്ളാഹു റബ്ബാണെന്ന് വിശ്വസിക്കണം. അത് വിശ്വസിച്ചാൽ മതിയോ? പിന്നെ എന്ത് വേണം? അള്ളാഹു ഇലാഹാണെന്ന് വിശ്വസിക്കണം അല്ലേ? എങ്ങനെ ഇലാഹാണെന്ന് വിശ്വസിക്കുക? റബ്ബാണെന്ന് വിശ്വസിക്കുമ്പോൾ അള്ളാന്റെ പ്രവൃത്തികളാണ് നമ്മൾ വിശ്വസിക്കുന്നത്. അള്ളാന്റെ പ്രവൃത്തി, അവൻ സൃഷ്ടിച്ചു, അവൻ പരിപാലിക്കുന്നു, അവൻ അന്നം നൽകുന്നു, അവൻ ജീവിപ്പിക്കുന്നു, അവൻ മരിപ്പിക്കുന്നു, അവൻ നിയന്ത്രിക്കുന്നു. ഇതൊക്കെ അള്ളാന്റെ പ്രവൃത്തിയാണ് അല്ലേ? അതിൽ അള്ളാഹു മാത്രമാണ് നമ്മൾ വിശ്വസിക്കുന്നത്. ഇലാഹാണെന്ന് വിശ്വസിക്കുമ്പോൾ നമ്മളുടെ പ്രവൃത്തിയാണ്. ആരോടുള്ള നമ്മളുടെ പ്രവൃത്തി? അള്ളാഹുവിനോടുള്ള നമ്മളുടെ പ്രവൃത്തി. അപ്പോൾ നമ്മുടെ ദുആ, നമ്മുടെ സഹായത്തേട്ടം, നമ്മുടെ തവക്കുൽ, നമ്മുടെ നമസ്കാരം, നമ്മുടെ റുകൂഅ്, നമ്മുടെ സുജൂദ്, ഇതൊക്കെ എന്താ? നമ്മുടെ പ്രവൃത്തികൾ അള്ളാഹ്ക്കുള്ളതാണ് അല്ലേ? അത് ആർക്ക് മാത്രമുള്ളതാണ്? അത് അള്ളാഹുവിന് മാത്രമുള്ളതാണ്. അതാണ് ഇലാഹാണ് എന്നുള്ള വിശ്വാസം. അള്ളാഹു ഇലാഹാണെന്നുള്ള വിശ്വാസം. പിന്നെ അള്ളാഹു കേവലം ഒരു ഊർജ, അള്ളാഹു ഒരു പവർ മാത്ര, ഒരു ഈ ലൈറ്റ് പോലെ ഒരു പവർ മാത്ര അല്ല. പിന്നെ അള്ളാഹ്ക്ക് എന്തുണ്ട്? അള്ളാഹ്ക്ക് ഒരു ഉണ്മയുണ്ട് അല്ലേ? ഒരു ദാത്തുണ്ട്, സത്തയുണ്ട്. അള്ളാഹുക്ക് ഒരു സത്തുണ്ട്. ആ സത്തക്ക് കുറേ വിശേഷണങ്ങളുണ്ട്. അത് കേൾക്കും, കാണും, അറിയും അല്ലേ? ഇങ്ങനെ കുറേ വിശേഷണങ്ങളുണ്ട്. അതേപോലെ ആ സത്ത അള്ളാഹ്ക്ക് കുറേ പേരുകളുണ്ട്. അള്ളാഹിൻ്റെ വിശേഷണങ്ങൾ സമ്പൂർണ്ണമാണ്, അള്ളാഹുവിൻ്റെ പേരുകളും സമ്പൂർണ്ണമാണ്. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ അലീമാണ്, അവൻ സമീആണ്, അവൻ ബസീറാണ്, അവൻ ജബ്ബാറാണ്, അവൻ മുഅ്മിനാണ്, അവൻ മുഹൈമിനാണ്, അവൻ അസീസാണ്, അവൻ ഹക്കീമാണ്. അപ്പോൾ കുറേ അള്ളാഹ്ക്ക് പേരുകളുണ്ട്. അതേപോലെ തന്നെ അള്ളാഹ്ക്ക് എന്തുണ്ട്? കുറേ വിശേഷണങ്ങളുണ്ട്. അപ്പോൾ അള്ളാഹു കേവലം ഒരു ഊർജ്ജ രൂപമല്ല, പ്രത്യേകം അള്ളാഹ്ക്ക് ഒരു ഉണ്മയുണ്ട്. ആ ഉണ്മക്ക് പേരുകളുണ്ട്, വിശേഷണങ്ങളുണ്ട്. ഇതൊക്കെ അള്ളാഹ്ക്ക് സമ്മതിച്ചുകൊണ്ടാണ് എന്ത്? അള്ളാഹ്ക്കുള്ള വിശ്വാസം. അപ്പൊ ഇല്ലല്ലദീന ആമനു, വിശ്വസിച്ചവർ ഒഴികെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അള്ളാഹുവിൽ വിശ്വസിക്കണം. അപ്പൊ അള്ളാഹുവിൽ വിശ്വസിക്കണം, കേവലം അള്ളാഹ് ഉണ്ട് എന്നുള്ള അടിച്ചു പൊളിച്ചു പോകല്ല. പിന്നെയോ അള്ളാഹുള്ള വിശ്വാസം അത് ഈ രീതിയിലൊക്കെ കൃത്യമാകണം. മലക്കുകളിൽ വിശ്വസിക്കണം. എങ്ങനെ മലക്കുകളിൽ വിശ്വസിക്കേണ്ടത്? ചിലർ മലക്കുകളിൽ വിശ്വസിച്ചത് എങ്ങനെയെന്നറിയാം? അത് നന്മയുടെ സിമ്പൽ എന്നാണ്. ഷെയ്ത്താൻ തിന്മയുടെ സിമ്പൽ, മലക്കുകൾ എന്ന് പറഞ്ഞാൽ നന്മയുടെ സിമ്പൽ എന്നാണ്. അങ്ങനെയല്ല. പിന്നെയോ അത് ബാത്തിലാണ്. അങ്ങനെയല്ല. പിന്നെയോ മലക്കുകളിലുള്ള വിശ്വാസം എന്ന് പറഞ്ഞാൽ അള്ളാഹു കുറേ മലക്കളുടെ പേര് നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്, കുറേ മലക്കളുടെ ദൗത്യം നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. കുറേ പേര് പറയാത്ത മലക്കുകളും ഉണ്ട്, അവരുടെ എണ്ണം അഗണ്യാണ്. മനസ്സിലായി? അപ്പോൾ പേര് പറഞ്ഞവരുടെ പേര് കൊണ്ട് അവരുടെ ധർമ്മങ്ങൾ മനസ്സിലാക്കിക്കൊണ്ടുള്ള വിശ്വസിക്കൽ. ഇപ്പോൾ പേര് പറഞ്ഞ മലക്കുകൾ ആരൊക്കെ? ജിബ്രീൽ, മീകായിൽ, ഇസ്രാഫീൽ, മലക്കുൽ മൗത്ത്, മുൻകർ, നക്കീർ, റഖീബ്, റഖീബ്, മാലിക്, റിദ്വാൻ, ഹാറൂത്ത്, മാറൂത്ത് തുടങ്ങി മലക്കുകൾ. അപ്പോൾ ആ മലക്കുകൾ പേര് സ്ഥിരപ്പെട്ട് വന്ന മലക്കുകളുടെ പേരുകൾ മനസ്സിലാക്കി. മലക്കുകൾ കുറേ ധർമ്മങ്ങളില്ലേ? മലക്കുകൾക്ക് ധർമ്മങ്ങളുണ്ട്. ഇപ്പോൾ പിന്നെ വഹി ഇറക്കിയിരുന്നത് റിസാലത്ത് കൊണ്ടിരുന്ന മലക്കാരാണ് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം. ഇതേപോലെ ഓരോ മലക്കുകൾക്കും മലക്കുകളുടെ ധർമ്മങ്ങൾ പറഞ്ഞിട്ട്. അപ്പോൾ ആ രീതിയിലാണ് മലക്കുകളെ വിശ്വസിക്കേണ്ടത്. അതേപോലെ കുത്തുബുകൾ, അള്ളാഹു ഇറക്കിയ കുത്തുബുകളുണ്ട് അല്ലേ? ഏതുപോലെ? സബൂർ, തൗറാത്ത്, ഇഞ്ചീൽ, ഖുർആൻ, അതേപോലെ സുഹ്ഫു ഇബ്രാഹിം അല്ലേ? ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിക്കുള്ള ഏടുകൾ, ഇങ്ങനെ കുറേ കിതാബുകളും അതേപോലെ തന്നെ ഏടുകളും ഒക്കെ ഉണ്ട്. അതിൽ വിശ്വസിക്കണം. കുത്തുബുകളിൽ വിശ്വസിക്കുമ്പോൾ വിശ്വസിക്കേണ്ട പ്രധാനപ്പെട്ട ഭാഗം എന്താ? ഖുർആൻ. എങ്ങനെ? അവസാനത്തെ കിതാബാണ് ഖുർആൻ, വേദമാണ് ഖുർആൻ. ആ നിലക്ക് വിശ്വസിക്കണം. പിന്നെ കുത്തുബുകളിലെ വിശ്വാസം. അതേപോലെ അമ്പിയാക്കൾ, റസൂലുകൾ അല്ലേ? അമ്പിയാക്കൾ, റസൂലുകൾ, നബിമാർ, മുർസലീങ്ങൾ. അള്ളാഹു സുബ്ഹാനഹു വ തആല അമ്പിയ മുർസലീങ്ങളെ നിയോഗിച്ചിട്ടുണ്ട് ലോകർക്ക് മാർഗദർശകരാകുന്നതിന് വേണ്ടി. അങ്ങനെ ആ അമ്പിയ മുർസലീങ്ങളിൽ പേര് പറയപ്പെട്ടവരുണ്ട്. ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമയിൽ തുടങ്ങി മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വരെയുള്ളതായ നബിമാരുടെ ശൃംഖല. അവരിൽ പേര് പറഞ്ഞവരുണ്ട്, പേര് പറയാത്തവരുണ്ട്. പേര് പറഞ്ഞവർ
അവരുടെ പിന്നെ വിഷയങ്ങളിൽ വിശുദ്ധ ഖുർആനിൽ വന്നത് അതേപോലെ ഹദീസുകളിലൊക്കെ വന്ന വിഷയങ്ങൾ നമ്മൾ വിശ്വസിക്കുക എന്നുള്ളതാണ്. നബിമാരെ കുറിച്ച് വിശ്വസിക്കുമ്പോൾ, മുർസലീങ്ങളെ കുറിച്ച് വിശ്വസിക്കുമ്പോൾ നബിമാരിൽ ശ്രേഷ്ഠൻ ആരാണ്? മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. അന്ത്യപ്രവാചകൻ ആരാണ്? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. തുടങ്ങിയ കാര്യങ്ങളിൽ അതേപോലെ നമ്മൾ വിശ്വസിക്കാം. യൗമുൽ ആഖിറിലുള്ള വിശ്വാസം അല്ലേ? എന്താ യൗമുൽ ആഖിറിലുള്ള വിശ്വാസം? നമ്മുടെ ജീവിതം ഇവിടെ അവസാനിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ എന്തായി? നമ്മുടെ പാരത്രിക ലോകത്തേക്കുള്ള യാത്രയിലാണ്. പാരത്രിക ലോകത്തേക്ക് യാത്രയായിട്ടുണ്ടെങ്കിൽ നമുക്ക് ഖബർ ജീവിതമുണ്ട്. അതാണ് ബർസഖി ജീവിതം. പിന്നെ ബർസഖി ജീവിതത്തിൽ നമുക്ക് അന്ത്യനാളിലേക്ക് ഉയർത്തെഴുന്നേൽപ്പുണ്ട്. അവിടെ ബാസാണ്, പിന്നെ നുഷൂറാണ്, പിന്നെ മഹ്ശറാണ്, അതേപോലെ ഹിസാബാണ്. പിന്നെ അങ്ങനെ ഉള്ള അന്ത്യനാളിലെ കാര്യങ്ങൾ അവിടെ. പിന്നെ അള്ളാഹുവിൽ നിന്നുള്ള ഹിസാബുണ്ട്, അതേപോലെ തന്നെ അവിടെ ജന്നത്തുണ്ട്, അവിടെ അന്നാറുണ്ട്, തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ ഉള്ള വിശ്വാസം. ഖദറിലുള്ള വിശ്വാസം, ഖദർ എന്നുള്ളത് അള്ളാഹുവിൻ്റെ വിധിയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ഉലകം പടക്കുന്നതിന് മുമ്പ് തന്നെ ഇവിടെ ഉണ്ടാകേണ്ട കാര്യങ്ങളെക്കുറിച്ചുള്ള തീരുമാനങ്ങൾ, വിധികൾ ഒക്കെ നടത്തിയിട്ടുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല എന്താ അറിഞ്ഞ് വിധിച്ചുവോ രേഖപ്പെടുത്തിയോ പടച്ചോ അതാണ് ഇവിടെ സംഭവിക്കുന്നത്. അല്ലാതെ ഒന്നും ഇവിടെ സംഭവിക്കില്ല. അത് ഖൈറായാലും ഷർറായാലും. അപ്പോൾ ഖദറിലുള്ള വിശ്വാസം, അള്ളാഹു സുബ്ഹാനഹു വ തആല അവനെല്ലാം അറിയുന്നവനാണ്. അതുകൊണ്ട് എല്ലാം അറിയുന്ന അള്ളാഹു സുബ്ഹാനഹു വ തആല ഇവിടെ സംഭവിക്കേണ്ടതൊക്കെ അറിഞ്ഞിട്ടുണ്ട്. അവനത് രേഖപ്പെടുത്തിയിട്ടുണ്ട്, അവനത് ഉദ്ദേശിച്ചിട്ടുണ്ട്. അള്ളാഹു എന്താണോ ഇവിടെ അറിഞ്ഞ് രേഖപ്പെടുത്തി ഉദ്ദേശിച്ച് പടക്കുന്നത് അതേ ഇവിടെ സംഭവിക്കും. അത് ഖൈറായാലും ഷർറായാലും. ഖദറിലുള്ള വിശ്വാസം, ഇതൊക്കെ വിശ്വാസ കാര്യങ്ങളാണ്. അപ്പോൾ ഇല്ലല്ലദീന ആമനു, വിശ്വസിച്ചവർ ഒഴികെ വിശ്വാസ കാര്യങ്ങൾ. വിശ്വാസം മാത്രം മതിയാ പോരാ, പിന്നെ എന്ത് വേണം? വിശ്വാസത്തെ കർമ്മം കൊണ്ട് സത്യപ്പെടുത്തണം. എന്തെങ്കിലും കർമ്മമായിട്ട് ചെയ്താൽ മതിയോ? കർമ്മം എന്തെങ്കിലും ചെയ്താൽ പോരാ, പിന്നെ എന്താണ്? കർമ്മം സാലിഹത്തായിരിക്കണം അല്ലേ? സാലിഹായിരിക്കണം. വഅമിലു, അവർ ചെയ്യുകയും വേണം. അസ്വാലിഹാത്ത്, സ്വാലിഹത്തുകളായ കർമ്മങ്ങൾ. കർമ്മം സ്വാലിഹത്താകാന്ന് പറഞ്ഞാൽ നമ്മൾ പറയും സൽക്കർമ്മങ്ങൾ അല്ലേ? നല്ല കർമ്മങ്ങൾ. എങ്ങനെ ഒരു കർമ്മം നല്ലതാകുക? ഒരു കർമ്മം നല്ലതാകണമെങ്കിൽ ആ കർമ്മം ഒരു മുഅ്മിനിൽ നിന്ന് ഉടലെടുക്കണം. ഇസ്ലാമിൽ ഒരു കർമ്മം അത് സാലിഹായി പരിഗണിക്കണമെങ്കിൽ ആ കർമ്മം ഒരു മുഅ്മിനിൽ നിന്ന് ഉടലെടുക്കണം. കർമ്മം ചെയ്യുന്ന ആളാരായിരിക്കണം? മുഅ്മിനായിരിക്കണം. മുഅ്മിൻ ആ കർമ്മം ചെയ്യുമ്പോൾ അത് ആർക്ക് വേണ്ടി ചെയ്യണം? ലില്ലാഹി, അള്ളാഹുവിന് വേണ്ടി ചെയ്യണം. അപ്പോൾ മുഅ്മിനായവൻ അള്ളാഹുവിന് വേണ്ടി ഒരു കർമ്മം ചെയ്യുമ്പോഴാണ് കർമ്മം സാലിഹാകുക. അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആനിൽ അമലു സാലിഹാത്ത് ഉണ്ടല്ലോ, അല്ലെങ്കിൽ അമലു സാലിഹ്, സൽപ്രവൃത്തി, അതിനെക്കുറിച്ച് പറയുമ്പോൾ ആരെക്കുറിച്ച് പറയണത്? ഈമാനിനെ കുറിച്ച് പറയണത്. ആദ്യം ആരാ വേണ്ടത്? ആദ്യം ഈമാനാണ് വേണ്ടത്. പിന്നെയാണ് എന്ത് വേണ്ടത്? കർമ്മം വേണ്ടത്. അപ്പോൾ മുഅ്മിനായിരിക്കണം കർമ്മം ചെയ്യേണ്ടത്. കർമ്മം ആർക്ക് വേണ്ടിയായിരിക്കണം? അള്ളാഹുവിന് വേണ്ടിയായിരിക്കണം. പിന്നെ കർമ്മം അത് സുന്നത്തനുസരിച്ചായിരിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ മാതൃക ഉൾക്കൊണ്ടായിരിക്കണം. മനസ്സിലായേ? സുന്നത്തനുസരിച്ചായിരിക്കണം. അതിനാണ് മുത്താബഅ എന്ന് പറയാം. തിരുചര്യയെ അനുധാവനം ചെയ്തുകൊണ്ട് അള്ളാഹുവിന് വേണ്ടി ഒരു മുഅ്മിനിൽ നിന്ന് ഉടലെടുക്കുന്ന കർമ്മങ്ങളാണ് ഏത് കർമ്മങ്ങൾ? സാലിഹായ കർമ്മങ്ങൾ. ശറഇൽ, മതത്തിൽ ഒരു കർമ്മം സൽക്കർമ്മമാകണമെങ്കിൽ, അള്ളാഹുവിൻ്റെ റെക്കോർഡിൽ ഒരു കർമ്മം നല്ലതായി രേഖപ്പെടുത്തണമെങ്കിൽ അത് മുഅ്മിനിൽ നിന്നായിരിക്കണം, അള്ളാഹുവിന് വേണ്ടിയായിരിക്കണം, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് മാതൃക ഉൾക്കൊണ്ടുകൊണ്ടായിരിക്കണം. അങ്ങനെയുള്ള കർമ്മങ്ങളാണ് ചെയ്യേണ്ടത്. ഒരു വിശ്വാസി ആദ്യം നന്നാക്കേണ്ടത് ആരെയാണ്? തന്നെയാണ്, സ്വന്തത്തെയാണ് അല്ലേ? സ്വന്തത്തെ ഒരു വിശ്വാസി നന്നാക്കാൻ ഇല്ലല്ലദീന ആമനു വഅമിലുസ് സ്വാലിഹാത്ത് അല്ലേ? വിശ്വാസി സ്വാർത്ഥനല്ല, പിന്നെയോ അവൻ സ്വന്തത്തെ നന്നാക്കണം, മറ്റുള്ളവരെ നന്നാക്കും വേണം. അതിനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പിന്നെ രണ്ട് കാര്യങ്ങൾ പറഞ്ഞത്. എന്താ? വതവാസൗ ബിൽ ഹഖ് വതവാസൗ ബി
സബർ. ഹക്ക് കൊണ്ട് അന്യോന്യം ഉപദേശിക്കണം, ഒരാൾ മറ്റൊരാളെ ഉപദേശിക്കണം. ഹക്ക് എന്ന് പറഞ്ഞാൽ പുണ്യങ്ങൾ പ്രവർത്തിക്കലാണ്. ഫഅലു തആത്ത്, പുണ്യങ്ങൾ പ്രവർത്തിക്കലാണ്. അതാണ് ഖൈർ, നന്മ പ്രവർത്തിക്കൽ. അതേപോലെ ഹക്ക് തർക്കുൽ മാസിയാത്ത്, തിന്മകൾ വെടിയലാണ്, പാപങ്ങൾ വെടിയലാണ്. മാസിയാത്ത് എന്ന് പറഞ്ഞാൽ പാപങ്ങൾ വെടിയലാണ്. അതാണ് ഷർറ്, വെടിയൽ. അപ്പോൾ ഷർറ് വെടിഞ്ഞുകൊണ്ടും ഖൈർ പ്രവർത്തിച്ചുകൊണ്ടും ആണ് എന്ത്? ഹക്ക്. ഈ ഹക്ക് എന്ത് ചെയ്യണം? അന്യോന്യം ഉപദേശിക്കണം, അന്യോന്യം ഉപദേശിക്കണം. അപ്പം സ്വയം നന്നാകണം, മറ്റുള്ളവരെ നന്നാക്കണം. വതവാസൗ ബിസ്സബർ, സബർ കൊണ്ടും എന്ത് ചെയ്യണം? അന്യോന്യം ഉപദേശിക്കണം. തവാസൗ, അന്യോന്യം ഉപദേശിക്കണം. ഒരാൾ മറ്റൊരാളെ ഉപദേശിക്കണം. ബിസ്സബർ, ക്ഷമ കൊണ്ട്. എന്താ ഈ ക്ഷമ? ക്ഷമ ക്ഷമ എന്ന് പറഞ്ഞെങ്കിൽ സ്വന്തത്തെ പിടിച്ചു നിർത്തലല്ലേ? സ്വന്തത്തെ പിടിച്ചു നിർത്തലാണ്. സ്വന്തത്തെ പിടിച്ചു നിർത്തുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏത് വിഷയത്തിൽ പിടിച്ചു നിർത്തലാ? ആ, നന്മയുടെ വിഷയത്തിലും തിന്മയുടെ വിഷയത്തിലും ഉണ്ട് അല്ലേ? അതിന് പണ്ഡിതന്മാർ പറയുന്നത് ക്ഷമ 3 കാര്യങ്ങൾക്ക് ആവശ്യമാണ്. ക്ഷമ 3 കാര്യങ്ങൾക്ക്. ഒന്ന്, നന്മ പ്രവർത്തിക്കാൻ ക്ഷമ വേണം അല്ലേ? ഫഅലുൽ ഖൈർ, അതിന് നന്മ പ്രവർത്തിക്കാൻ ക്ഷമ വേണം. പിന്നെ തർക്കുൽ ഷർ, തിന്മ വെടിയാൻ ക്ഷമ വേണം. പിന്നെ ക്ഷമ അലൽ അഖ്ദാർ, എന്താ പറയാ? വൽ മസായിബ്. നന്മ പ്രവർത്തിക്കാൻ ക്ഷമ വേണം അല്ലേ? നന്മ പ്രവർത്തിക്കാൻ ക്ഷമ വേണം. ഇപ്പം നന്മ പ്രവർത്തിക്കാൻ പറഞ്ഞ ഉദാഹരണത്തിന് എങ്ങനെ നമ്മളൊരു ഉദാഹരണം പറയാം? നന്മ പ്രവർത്തിക്കാൻ ക്ഷമ വേണമെന്നാണ്. ഏതൊരു നന്മക്കും ക്ഷമ വേണ്ടേ? ഇപ്പം നിസ്കരിക്കാൻ പള്ളിക്ക് പോകണം, മനസ്സിലേ? ഈ ചൂടത്ത് പള്ളിക്ക് പോകണമെങ്കിൽ ക്ഷമ വേണ്ടേ? അതേപോലെ തന്നെ ഏതൊരു സൽപ്രവൃത്തി നോക്കി നിങ്ങൾ ആ സൽപ്രവൃത്തി അനുഷ്ഠിക്കാൻ എന്ത് വേണം? ക്ഷമ വേണം. അതിൻ്റെ വിഷയത്തിൽ ഏറ്റക്കുറച്ചിലുണ്ടാകാം. അതേപോലെ തന്നെ തിന്മ വെടിയാൻ ക്ഷമ വേണ്ടേ? തിന്മകൾ വെടിയാൻ ക്ഷമ വേണം, നല്ല ക്ഷമ വേണം. പ്രത്യേകിച്ച് ഇത്തരം യുഗങ്ങളിൽ ഒരു തിന്മ വെടിയുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് നല്ല ക്ഷമ ആവശ്യമാണ്, തിന്മകൾ കൈയൊഴിക്കാൻ. അതേപോലെ തന്നെ അഖ്ദാർ മസായിബ് എന്ന് പറഞ്ഞാൽ ദുരിതങ്ങൾ, വിധികൾ, അതേപോലെ തന്നെ ദുരിതങ്ങൾ, പിന്നെ മുസീബത്തുകൾ ഏൽക്കും. അതേപോലെ തന്നെ വിധികൾ നമുക്ക് വിപരീതമായി തോന്നിയേക്കാം ചില വിധികൾ. അത് സഹിക്കാൻ എന്ത് വേണം? ക്ഷമ വേണം. നമുക്കൊരു രോഗം ഉണ്ടായി, അള്ളാൻ്റെ വിധിയാണ് അല്ലേ? നമുക്ക് വല്ല കഷ്ടനഷ്ടങ്ങൾ ഉണ്ടായി, മനസ്സിലല്ലേ? അത് അള്ളാൻ്റെ വിധിയാണ്, ഖദറാണ്. അതിലൊക്കെ എന്ത് വേണം? സഹിക്കാൻ ക്ഷമ വേണം. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇന്നമസ്സബ്റു ഇൻദ സദമത്തിൽ ഊല. ഒരു ട്രാജഡി ഉണ്ടായാൽ അതിൻ്റെ ആദ്യഘട്ടത്തിലാണ് ക്ഷമ വേണ്ടതെന്നാണ്. എൻ്റെ അർത്ഥം എന്താ? പിന്നൊന്നും വേണ്ടെന്നാ? ആദ്യം ക്ഷമിച്ചിട്ട് പിന്നെ ഉഷാറാക്കാന്ന അല്ല. പിന്നെയോ ക്ഷമ ഏറ്റവും നന്നായിട്ട് വേണ്ടത് എപ്പോഴാണ്? അതിൻ്റെ തുടക്കത്തിലാണ്. പിന്നെ ക്ഷമ എന്ത് വേണം? അത് തീരോളം വേണം. ഒരു സ്ത്രീ ഒരു ഖബറിൻ്റെ അടുത്ത് പോയിരിക്കുകയാണ്. അപ്പോൾ അവർ ഇരുന്ന് കരയാണ്. അപ്പോൾ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ സ്ത്രീയോട് പറഞ്ഞ് ക്ഷമിക്കാൻ പറഞ്ഞു, സ്ബിരി. അപ്പോൾ ആ സ്ത്രീ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെന്ന് അറിയില്ലായിരുന്നു. അവർ പിന്നെ ഖബറിൻ്റെ അവിടെ പോയി ഇരുന്നിട്ട് അങ്ങോട്ട് നോക്കിയിട്ടാണ് കരയണത്. അപ്പോൾ നിങ്ങൾക്ക് എനിക്ക് ഏറ്റവും മുസീബത്ത് ഏറ്റിട്ടില്ലല്ലോ എന്നവർ പ്രതികരിച്ച്. പിന്നെയാണ് അവർ അറിയുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ് എന്നോടാ പറഞ്ഞതെന്നുള്ളത്. ഞാൻ നബിയോടാണ് അങ്ങനെ പ്രതികരിച്ചതെന്ന് അവർ മനസ്സിലാക്കി. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അവർ ക്ഷമാപണം നടത്തിയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരോട് പറഞ്ഞാണ്, ക്ഷമ വേണ്ടത് ഒരു ദുരിതത്തിൽ ഒരു പ്രയാസം ഉണ്ടാകുമ്പോൾ അതിൻ്റെ തുടക്കത്തിലാണ് എന്ന് പറഞ്ഞു. തുടക്കത്തിലാണെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? തുടക്കത്തിലാണ് കൂടുതൽ
ക്ഷമയോടുകൂടി അതിനോട് പ്രതികരിക്കേണ്ടത്, പിന്നെ ക്ഷമിച്ചുകൊണ്ട് തന്നെയാണ് നിൽക്കേണ്ടത് എന്നുള്ളതാണ്. അപ്പോൾ അതാണ് വിധി വൈപരീത്യങ്ങൾ എന്ന് പറയും. അല്ലെങ്കിൽ നമുക്ക് വല്ല മുസീബത്തുകൾ അതേപോലെ തന്നെ വിധികളൊക്കെ നമുക്ക് പ്രയാസമായി ഏൽക്കുമ്പോൾ അതിൽ ക്ഷമ വേണം. മനസ്സിലായി? ഇങ്ങനെ 3 കാര്യങ്ങളിൽ ക്ഷമ വേണം. ആ ക്ഷമ കൊണ്ടുള്ള വസീയത്താണ്, ആ ക്ഷമ കൊണ്ടുള്ള വസീയത്താണ്. അല്ലാതെ ആളുകൾ പിന്നെ ഈ ലൈല അൽ ആമിരിയൻ്റെ ഒരു ലൈല ആമിരിയ എന്നിട്ടൊരു ലൈല ഉണ്ടായിരുന്നു പണ്ട്, നദവിക്കറിയാം. ലൈലൽ ആമിരിയ, ലൈലൽ അഖീലിയ എന്നൊക്കെ പറഞ്ഞ് കുറേ അറബി കവിതകളിൽ കാണാം. അപ്പോൾ കാമുകൻ പറയാണ്, അലിം തുബി അൻ ലൈല ഫിൽ ഇറാഖി മരീദത്തുൻ ഫയാ ലൈതനി കുൻതു തബീബൻ ഉദാവിഹ എന്നാണ്. ഇറാഖിൽ ലൈല രോഗിയായിട്ട് കിടക്കുന്നുണ്ടെന്ന് ഞാൻ അറിഞ്ഞ്, ഞാനൊരു വൈദ്യനായിരുന്നുവെങ്കിൽ എനിക്ക് ഓളെ പോയിട്ട് ചികിത്സിക്കാമായിരുന്നു എന്ന് പിന്നെ തായിഫിൽ നിന്ന് മറ്റും പാടുകയാണ്. അപ്പോൾ ഇതെന്താ, ഇതോളെ വിഷയത്തിലുള്ള ഒരു മൂപ്പര ആ ക്ഷമ വർത്താനാണ്. ഇതൊന്നും എന്തല്ല ഇവിടെ ഷറയിൽ ഉദ്ദേശിക്കുന്ന ക്ഷമയല്ല. ഇവിടെ ക്ഷമ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സൽപ്രവൃത്തി അനുഷ്ഠിക്കുവാൻ ക്ഷമ വേണം, തിന്മകൾ വെടിയാൻ ക്ഷമ വേണം, അതേപോലെ തന്നെ മുസീബത്തുകൾ അതേപോലെ തന്നെ വിധികളൊക്കെ വിപരീതമായി ഭവിക്കുമ്പോൾ അതിലൊക്കെ ക്ഷമ വേണം. ആ ക്ഷമ എന്ത് ചെയ്യണം? അന്യോന്യം വസിയത്ത് ചെയ്യണം എന്നുള്ളതാണ്. തയ്യും ഇവിടെ ഈ നദി ചെറുച്ചിനുണ്ടപ്പോൾ ഈ ഞാൻ ചരിത്രത്തിൽ കണ്ട് പോകണ്ടെന്നറിയാണ്, നമ്മൾ പറഞ്ഞു വിട്ടുപോയി. വതവാസൗ ബിൽ ഹഖ് വതവാസൗ ബിസ്സബ്ർ. ഹക്ക് കൊണ്ടും അന്യോന്യം ഉപദേശിക്കണം, സബർ കൊണ്ടും അന്യോന്യം ഉപദേശിക്കണം എന്നാണ്. അതിന് പണ്ഡിതന്മാർ പറയണത്. അപ്പം നമ്മളുടെ കൂട്ടുകെട്ട് ആരായിരിക്കണം? നമ്മളുടെ കൂട്ടുകെട്ട് ആരായിരിക്കണം അല്ലേ? നമ്മുടെ കൂട്ടുകെട്ട് ആരായിരിക്കണം? ഹക്ക് കൊണ്ട് നമ്മളെ ഉപദേശിക്കുന്നവനായിരിക്കണം, അല്ലെങ്കിൽ നമ്മൾ ഉപദേശിക്കുന്നവനായിരിക്കണം നമ്മുടെ കൂട്ടുകെട്ട്. അതേപോലെ ക്ഷമ കൊണ്ട് നമ്മളെ ഉപദേശിക്കുന്നവനായിരിക്കണം, ക്ഷമിക്കാൻ നമ്മളെ പറഞ്ഞ് ശീലിപ്പിക്കുന്നവനായിരിക്കണം നമ്മുടെ കൂട്ടുകെട്ട്. കൂട്ടുകെട്ട് നന്നാകണം എന്നുള്ളതിന് കൂടി ഈ ആയത്തിൽ എന്തുണ്ട്? തെളിവുണ്ട്. കാരണം കൂട്ടുകെട്ടുണ്ടാകുമ്പോഴല്ലേ നമ്മളോട് പറഞ്ഞു തരുള്ളൂ നല്ലത്. നല്ല കൂട്ടുകെട്ടാണ്, അവനാണ് ഹക്ക് നമുക്ക് പറഞ്ഞു തരിക. അതേപോലെ തന്നെ അവനാണ് ക്ഷമ നമ്മളെ ശീലിപ്പിക്കുക അല്ലേ? പുകക്കണ ഒരുത്തനാണ് നമ്മളുടെ കൂട്ടുകാരനെങ്കിൽ ഓന് നമ്മളോട് പോക്കണ്ട പറഞ്ഞു തരുമോ? ലോൻ കത്തിക്കുമ്പോൾ ഒന്ന് വലിച്ചങ്ങായി എന്നാ പറയാ അല്ലേ? അങ്ങനെ ശീലിപ്പിക്കുക. അതേസമയം പുകക്കാത്തവനായിരിക്കണം നമ്മളുടെ കൂട്ടുകാരൻ, ഒരു ഉദാഹരണത്തിന്. അപ്പോൾ ഇവിടെ പണ്ഡിതന്മാർ മുഫസ്സിരീങ്ങൾ പറയുന്നത് വതവാസൗ ബിൽ ഹഖ് വതവാസൗ ബിസ്സബ്ർ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് പറഞ്ഞതിൽ നമ്മളുടെ കൂട്ടുകെട്ട് ഏത് ജാതിയായിരിക്കണം എന്നുള്ളത് ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇതൊക്കെ പറഞ്ഞു തരാൻ പറ്റിയവനായിരിക്കണം നമ്മുടെ കൂട്ടുകെട്ട് എന്നുള്ളതാണ്. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ സൂറത്തിൽ ഒരു മഹാ വിഷയമാണ്. ചുരുങ്ങിയ പ്രയോഗങ്ങളിൽ 3 ആയത്തുകളിൽ കുറിക്കുകൊള്ളും വിധം മഹത്തായ കാര്യങ്ങളാണ് ഇവിടെ എന്ത് ചെയ്യുന്നത്? അല്ലാഹു സുബ്ഹാനഹു വ തആല ഉണർത്തി തരുന്നത്. മനുഷ്യർ മുഴുവൻ നഷ്ടത്തിൽ ആയിക്കൊണ്ടിരിക്കുകയാണ്. അതാണ് ആ പ്രയോഗത്തിന് ലഫീ ഖുസ്ർ എന്നുള്ള പ്രയോഗത്തിൻ്റെ പ്രത്യേകത. മനുഷ്യർ മുഴുവൻ എന്നാണ്. ഈ നഷ്ടത്തിൽ നിന്നും പരാജയത്തിൽ നിന്നും മുക്തരായവർ ഈ 4 ഗുണങ്ങൾ ഉള്ളവർ മാത്രമാണെന്നാണ്. 4 ഗുണങ്ങളുള്ളവർ മാത്രമാണ് എന്ന്. അപ്പോൾ ഈ 4 ഗുണങ്ങൾ അത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടോ എന്ന് നമ്മൾ നോക്കണം. അത് നമ്മുടെ ഗുണങ്ങളായിട്ടുണ്ട് എങ്കിൽ നമ്മൾ അവിടെ അല്ല, നമ്മൾ ലഫീ ഖുസ്റിലല്ല അല്ല. ആ 4 ഗുണങ്ങൾ നമ്മളില്ല എങ്കിൽ മനസ്സിലായില്ലേ, നമ്മൾ ഖുസ്റിലാണ്. ഇതിൻ്റെ തോതനുസരിച്ച് നഷ്ടവും ലാഭവും അല്ലേ, അതിലും വ്യത്യാസം ഉണ്ടായിരിക്കും. ഈമാനിൻ്റെ തോത് അതിൽ മികവുണ്ട് എങ്കിൽ, അതേപോലെ അമലുൽ സാലിഹാത്ത് അതിൻ്റെ ദറജ ഉയർന്നതാണ് എങ്കിൽ, അതേപോലെ തവാസി ബിൽ ഹഖ് തവാസി ബിസ്സബ്ർ അതിൻ്റെയൊക്കെ തോത് കൂടുതലാണ് എങ്കിൽ ലാഭം കൂടുതലാണ്. അത് കുറവാണ് എങ്കിൽ നഷ്ടമാണ് കൂടുതൽ. തീരല്ലെങ്കിലോ ഈമാനും ഇല്ല, അമലുൽ സാലിഹാത്തും ഇല്ല, ഇതൊന്നും ഇല്ലെങ്കിലോ അവനെവിടെയാണ്? ഖസാറ
അവന് ഹസാറയാണ്, തീർച്ചയായിട്ടും അവന് നഷ്ടത്തിലാണ്. ഈ നഷ്ടമാണ് ഏറ്റവും വലിയ നഷ്ടം. അള്ളാഹു സുബ്ഹാനഹു വ തആല ഇവിടെ പറഞ്ഞ ഈ നഷ്ടം അതാണ് ഏറ്റവും വലിയ നഷ്ടം. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളിൽ നിന്നൊക്കെ വിലക്ക് വാങ്ങിയിട്ടുണ്ട്, മനസ്സിലായില്ലേ? നമ്മുടെ പുരുഷായുസ് ഉമറുണ്ടല്ലോ, അത് നമ്മുടെ മൂലധനാണ്, നമ്മുടെ റസുൽ മാൽ മൂലധനാണ് നമ്മുടെ ആയുസ്. ആ മൂലധനം നമ്മൾ നന്മയിൽ വിനിയോഗിച്ചിട്ടുണ്ട് എങ്കിൽ നമുക്ക് ലാഭം കൊയ്യാം. ഈ മൂലധനമാകുന്ന നമ്മുടെ ആയുസ് അത് നമ്മൾ ഈ കാര്യങ്ങളിൽ ഉപയോഗപ്പെടുത്താതെ നമ്മൾ തിന്മയിലാണ് ഉപയോഗിക്കുന്നതെങ്കിൽ നമുക്ക് നഷ്ടമാണ്. അള്ളാഹു നമ്മളെ കാക്കട്ടെ, നഊദു ബില്ലാഹ്. ഇതാണ് ഇപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല വൽ അസർ എന്ന് അസറിനെ കൊണ്ട് സത്യം ചെയ്ത് ഇന്ന ല എന്നീ ആശയത്തെ ശക്തിപ്പെടുത്തുവാനുള്ള അറബി ഭാഷയിലെ പ്രയോഗങ്ങൾ കൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ ഇല്ലല്ലദീന ആമനു വഅമിലു സ്വാലിഹാത്ത് വതവാസൗ ബിൽ ഹഖ് വതവാസൗ ബിസ് സബ്ർ എന്ന് പറഞ്ഞ് നമ്മളെ ഉണർത്തുന്ന വിഷയങ്ങൾ, ഏതാനും വിഷയങ്ങൾ. ഖലാസ് ഫി ഷൈ ദഅവത്തിന്റെ പ്രാധാന്യമൊക്കെ ഇതിലുണ്ട്. വതവാസൗ ബിൽ ഹഖ് വതവാസൗ ബിസ് സബ്ർ. അത് വിഷയം. അതായത് ഇല്ലല്ലദീന ആമനു വഅമിലു സ്വാലിഹാത്ത്, സൽപ്രവൃത്തികൾ അനുഷ്ഠിക്കുകയും ചെയ്യുന്നതാണ്. സൽപ്രവൃത്തികളിൽ പെട്ടതാണ് എന്ത്? വതവാസൗ ബിൽ ഹഖും വതവാസൗ ബിസ് സബ്റും. അത് സൽപ്രവൃത്തിയിൽപ്പെട്ടതാണ്. പിന്നെ എന്തിനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതിനെ പ്രത്യേകം പേരെടുത്ത് പറഞ്ഞത്? ഈ സൽപ്രവൃത്തികളിൽപ്പെട്ട ഈ തന്നെയാണ് എന്ത്? നന്മ കൽപ്പിക്കുക, തിന്മ വിരോധിക്കുക, അത് ഉപദേശിക്കുക. അതേപോലെ തന്നെ ക്ഷമ കൊണ്ട് അന്യോന്യം ഉപദേശിക്കുക എന്നുള്ളത് എന്താണ്? അത് സൽപ്രവൃത്തികളിൽപ്പെട്ടതാണ്, മനസ്സിലല്ലേ? ഖാസിന് ശേഷം ആമിന് ശേഷം ഖാസിനെ പറഞ്ഞു എന്നാണ് തഫ്സീറുകൾ കണ്ടത്. പൊതുപ്രയോഗത്തിന് ശേഷം പിന്നെ പ്രത്യേകമാക്കിയിട്ട് ഇതിനെടുത്ത് പറഞ്ഞു. എന്തുകൊണ്ട്? ഇതിൻ്റെ പ്രാധാന്യം അറിയിക്കാനാണ്. അതിൻ്റെ പ്രാധാന്യം സൽപ്രവൃത്തികളിൽ നന്മ കൊണ്ട് ഉപദേശിക്കുന്നതിൻ്റെയും ക്ഷമ കൊണ്ട് ഉപദേശിക്കുന്നതിൻ്റെയും പ്രാധാന്യം അതറിയിക്കാനാണ് എന്ത് ചെയ്തത്? ഇത് വീണ്ടും ഇവിടെ എടുത്തു പറഞ്ഞത്. സൽപ്രവൃത്തികളിൽ നിന്ന് ഇതിനെ പ്രത്യേകം എടുത്തു പറയാൻ കാരണം ഇതിൻ്റെ പ്രാധാന്യം അറിയിക്കാനാണ്. നന്മ വസിയത്ത് ചെയ്യുന്നതിൻ്റെ, അതേപോലെ തന്നെ ക്ഷമ കൊണ്ട് വസിയത്ത് ചെയ്യുന്നതിൻ്റെ പ്രാധാന്യം അറിയിക്കാനാണ്. അതുകൊണ്ടാണ് ലുഖ്മാൻ അലൈഹി സ്വലാത്തു വസ്സലാം മകനെ ഉപദേശിച്ച് പറഞ്ഞില്ലേ, എന്താ? യാ ബുനയ്യ വഅ്മുർ ബിൽ മഅറൂഫ് വൻഹ അനിൽ മുൻകർ വസ്ബിർ അലാ മാ അസാബക ഇന്ന ദാലിക മിൻ അസ്മിൽ ഉമൂർ. നന്മ കൽപ്പിച്ചോ തിന്മ വിരോധിച്ചോ, അതാണ് വതവാസൗ ബിൽ ഹഖ്. നന്മ കൽപ്പിച്ചോ തിന്മ വിരോധിച്ചോ. വസ്ബിർ അലാ മാ അസാബക, എന്താ? നിനക്ക് ബാധിച്ചതിൽ നീ ക്ഷമിച്ചോ, അതാണ് ഹഖ് കൊണ്ടുള്ള ഉപദേശം, ക്ഷമ കൊണ്ടുള്ള ഉപദേശം. വിശുദ്ധ ഖുർആനിൽ കുറേ ആയത്തുകൾ അതേപോലെ തന്നെ ആ വിഷയത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. അതാണ് ഫൈലുൽ ഖൈർ. നന്മ പ്രവർത്തിക്കുന്നതിൽ ക്ഷമ വേണം. നന്മയിൽ ഏറ്റവും നല്ല നന്മ ഏതാ? ഈമാൻ ഉൾക്കൊള്ളലാണ്, വിശ്വാസം ഉൾക്കൊള്ളലാണ്, തൗഹീദ് ഉൾക്കൊള്ളലാണ്. അതിനാണ് ഏറ്റവും കൂടുതൽ ക്ഷമ വേണ്ടത്, ഏറ്റവും കൂടുതൽ ക്ഷമ വേണ്ടത്. അംബിയ മുർസലീങ്ങളിൽ ഏറെ പരീക്ഷിക്കപ്പെട്ടത് ഈമാൻ്റെ വിഷയത്തിലാണ്, തൗഹീദിൻ്റെ വിഷയത്തിലാണ്. അവരേറ്റവും ക്ഷമിച്ചതും തൗഹീദിൻ്റെ വിഷയത്തിലാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല അവരോട് പറഞ്ഞതും ക്ഷമിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞതും ആ വിഷയത്തിലാണ്. നമുക്ക് അള്ളാഹ്ക്ക് ഒരു ക്ലാസ് എടുക്കേണ്ടി വരും. എന്നിട്ട് അസ്തഗ്ഫിറുല്ലാഹ്. അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് ഇല്ലല്ലദീന ആമനു വഅമിലു സ്വാലിഹാത്ത്. പിന്നെ ഈ വാവ് തന്നെയാണ് ഇവിടെയും വന്നത്, ആ വാവ് തന്നെ ഇവിടെയും വന്നത്. പക്ഷേ അത്തഫിൻ്റെ വാവാണ്. ഓക്കെ, അപ്പോൾ ഇതിനെയും ഇതിലേക്ക് ചേർത്ത് എന്തിനാ? മാഫി മുഷ്കിൽ ഇല്ലല്ലദീന ആമനു വഅമിലു സ്വാലിഹാത്ത്. വിശ്വസിക്കുകയും സൽപ്രവർത്തികൾ അനുഷ്ഠിക്കുകയും ചെയ്തവർ ഒഴികെ. സൽപ്രവർത്തിയിൽപ്പെട്ട തന്നെയാണ് എന്ത്? ഇതും അള്ളാഹു സുബ്ഹാനഹു വ തആല പ്രത്യേകം എടുത്ത് പറഞ്ഞത് എന്തിനാണ്? പ്രത്യേകം എടുത്ത് പറഞ്ഞത് അതിൻ്റെ പ്രാധാന്യം അറിയിക്കാനാണ്. ഒരു മുസ്ലിം സ്വന്തം കാര്യം നോക്കിയാൽ പോരാ, പിന്നെയോ അവൻ സ്വന്തത്തെ നന്നാക്കണം, മറ്റുള്ളവരെയും
നന്നാക്കണം. സ്വന്തത്തെ നന്നാക്കാൻ ഇല്ലല്ലദീന ആമിനു വഅമിലു സാലിഹാത്ത് തഫ്സീറുകൾ അങ്ങനെ കാണാം. പക്ഷേ മറ്റുള്ളവരെ നന്നാക്കാൻ കൂടിയാണ് എന്ത് വതവാസൗ ബിൽ ഹഖ് വതവാസൗ ബി സബർ. മദ്രസ പുസ്തകത്തിൽ അള്ളാഹുവിന്റെ റാത്തിലും സിഫത്തിലും അഫ്ആലിലും അള്ളാഹുവിന്റെ ഏകത്വം വിശദീകരണം അങ്ങനെ പറയുന്നതിൽ റാത്തിലും സിഫത്തിലും അഫ്ആലിലും അള്ളാഹു ഏകനാണെന്ന് വിശ്വസിക്കുക, അങ്ങനെ പഠിപ്പിക്കുന്നുണ്ട്. അങ്ങനെ പറയുന്നത് അത് പോരാ, അതിൽ കുഴപ്പമൊന്നുമില്ല. ദാത്തിൽ അള്ളാഹു ഏകനാണ്, അള്ളാഹിൻ്റെ ദാത്ത് പോലെ വേറൊരു ദാത്തില്ല. സിഫാത്തിൽ അള്ളാഹു ഏകനാണ്, അള്ളാഹിൻ്റെ സിഫാത്ത് പോലെ വേറൊരാളുടെ സിഫാത്തും ഇല്ല. അഫ്ആലുകളിൽ അള്ളാഹു ഏകനാണ്, അതിലും പ്രശ്നമില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ അഫ്ആലുകളിലും അള്ളാഹു ഏകനാണ്. മനസ്സിലായോ? പക്ഷേ മദ്രസകളിൽ പഠിപ്പിക്കുമ്പോൾ അള്ളാഹിൻ്റെ അഫ്ആലുകൾ പഠിപ്പിക്കുമ്പോൾ ഈ അള്ളാഹിൻ്റെ അഫ്ആലുകൾ ഏതാണ്? അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ അഫ്ആലുകൾ അവർ പലപ്പോഴും പഠിപ്പിക്കുന്നത് ഖൽഖ് സൃഷ്ടിപ്പ്, അള്ളാഹു ജീവിപ്പിക്കുന്നത്, അള്ളാഹു മരിപ്പിക്കുന്നത് തുടങ്ങിയ അഫ്ആലുകളാണ്. ശരിയാണ്, അത് അള്ളാഹിൻ്റെ അഫ്ആലുകൾ, അതിൽ അള്ളാഹു ഏകനാണ്. പക്ഷേ അള്ളാഹ്ക്ക് മറ്റു ചില അഫ്ആലുകളുണ്ട്. ഇപ്പം അള്ളാഹു സുബ്ഹാനഹു വ തആല ഇസ്തവ അലൽ അർശ്, അർശിന്മേൽ ഉപവിഷ്ടനായി, യൻസിലു റബ്ബുന, നമ്മുടെ റബ്ബ് ഇറങ്ങി വരും തുടങ്ങിയ അഫ്ആലുകൾ അള്ളാഹിൻ്റെ ഫീലുകളാണ്. അതവർ പറയില്ല. മനസ്സിലായി? അപ്പോൾ അഫ്ആലുകളിൽ അള്ളാഹു ഏകനാണ്, ശരിയാണ്. പക്ഷേ അഫ്ആലുകൾ അള്ളാഹുവിൻ്റേത് കേവലം സൃഷ്ടിക്കുക, അതേപോലെ തന്നെ സൃഷ്ടിയെ നിയന്ത്രിക്കുക, പരിപാലിക്കുക തുടങ്ങിയത് മാത്രമല്ല, പിന്നെ അള്ളാഹുവിൻ്റെ അഫ്ആലുകളിൽപ്പെട്ടതാണ് അള്ളാഹു സിംഹാസനത്തിൽ ഉപവിഷ്ടനായി അള്ളാഹു സുബ്ഹാനഹു വ തആല രാത്രിയുടെ 1/3 ശേഷിക്കുമ്പോൾ സമാഉ ദുനിയയിലേക്ക് ഇറങ്ങും, ആകാശത്തിലേക്ക് ഇറങ്ങും തുടങ്ങിയതായ അള്ളാഹിൻ്റെ പ്രവൃത്തികൾ. മനസ്സിലായി? അതേപോലെ തന്നെ അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം ചില ഹദീസുകൾ കാണാം, അള്ളാഹു സുബ്ഹാനഹു വ തആല ചിരിക്കും, അതേപോലെ തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല അത്ഭുതപ്പെടും, തുടങ്ങി അള്ളാഹിൻ്റെ പ്രവൃത്തികളില്ലേ. അപ്പോൾ അത്തരം പ്രവൃത്തികളിലും അള്ളാഹു ഏകനാണ്. അതും അതോടൊന്നിച്ച് അവിടെ വിഷയം വേറെന്നുള്ളത് ദാത്തിലും സിഫത്തിലും അഫ്ആലിലും അള്ളാഹു ഏകൻ എന്ന് പറയുമ്പോൾ അത് അള്ളാഹുവുമായി ബന്ധപ്പെട്ടതാണ്. പക്ഷേ അത് മാത്രമല്ല വിശ്വസിക്കേണ്ടത്, പിന്നെ അള്ളാഹിനോടുള്ള പ്രവൃത്തികളുണ്ട്. അള്ളാഹിൻ്റെ പ്രവൃത്തികളുണ്ട്, അള്ളാഹിനോടുള്ള പ്രവൃത്തിയുണ്ട്. അള്ളാഹിനോടുള്ള പ്രവൃത്തി ആരുടെ പ്രവൃത്തിയാണ്? അത് നമ്മളുടെ പ്രവൃത്തിയാണ്. ആ പ്രവൃത്തികൾ എന്താണ്? അത് ഇബാദത്തുകളാണ്. ആ ഇബാദത്തുകളിലും ആരാകാൻ? അള്ളാഹുവിനെ ഏകനാക്കണം. അപ്പോഴാണ് വിശ്വാസം പൂർത്തിയാകുക. പിന്നെ സിഫാത്ത്, അള്ളാഹിൻ്റെ സിഫാത്ത്, നിങ്ങൾ പോണ്ടവർക്ക് പോകട്ടെ, സിഫാത്തിൽ അള്ളാഹു ഏകനാണെന്ന് പറയുമ്പോൾ, മദ്രസ പുസ്തകങ്ങളിൽ അള്ളാഹു സിഫാത്തിൽ ഏകനാണെന്ന് പറയുമ്പോൾ അള്ളാഹ്ക്ക് 7 സിഫത്തുകൾ സ്ഥിരീകരിക്കും. കേൾവി, കാഴ്ച, ഹയാത്ത്, ഖുദ്റത്ത്, ഇൽമ് തുടങ്ങി 7 സിഫത്തുകൾ. സമഅ്, ബസർ, ഹയാത്ത്, ഖുദ്റത്ത്, ഇൽമ്, ഇങ്ങനെ 7 സിഫത്തുകൾ സ്ഥിരീകരിക്കും. അള്ളാഹിൻ്റെ 7 സിഫത്തുകൾ. ശരിയാണ്, അള്ളാഹ്ക്ക് ആ 7 സിഫത്തുകളുണ്ട്. പക്ഷേ ആ 7 സിഫത്തുകൾക്കപ്പുറം വേറെ സിഫത്തുകൾ അള്ളാഹ്ക്കുണ്ട്. അള്ളാഹ്ക്ക് വേറെ സിഫത്തുകളുണ്ട്. ആ സിഫത്തുകളിൽപ്പെട്ടതാണ് അള്ളാഹുവിൻ്റെ മുഖം. ദാത്തിയായിട്ട് അള്ളാഹു പറഞ്ഞു വജ്ഹു റബ്ബിക്, റബ്ബിൻ്റെ മുഖം. അതേപോലെ അള്ളാഹുവിൻ്റെ യദ്, അള്ളാഹുവിൻ്റെ പാദം, ഇങ്ങനെ വേറെ സിഫത്തുകളുണ്ട്. അപ്പോൾ അള്ളാഹുവിൻ്റെ സിഫാത്തുകൾ ദാത്തിയായിട്ടുണ്ട്. അതേപോലെ തന്നെ അള്ളാഹുവിൻ്റെ സിഫത്തുകൾ, അള്ളാഹിൻ്റെ പ്രവൃത്തിയായിട്ടും കുറേ സിഫത്തുകളുണ്ട്. എല്ലാ സിഫത്തുകളും എന്ത് ചെയ്യണം? അങ്ങനെ തന്നെ വിശ്വസിക്കണം. മദ്രസ പാഠപുസ്തകങ്ങളിൽ ഇപ്പോൾ സമസ്തക്കാരുടെ പാഠപുസ്തകങ്ങളെ സംബന്ധിച്ചിടത്തോളം അതിൽ കുറേ കാര്യങ്ങൾ ഈ വിഷയത്തിൽ എന്തുണ്ട്, ഇങ്ങനത്തെ ചില പരിമിതികളും കുറവുകളുമുണ്ട്. അശ്ശാരി ചിന്തക്കനുസരിച്ചാണ് ആ മദ്രസ പാഠപുസ്തകങ്ങളെ ചിട്ടപ്പെടുത്തിയിട്ടുള്ളത്. അത് മഹാ അപകടമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. ഹക്ക് ഹക്കായി മനസ്സിലാക്കുവാനും അത് പിൻപറ്റുവാനും ബാത്തിൽ ബാത്തിലായി മനസ്സിലാക്കുവാനും അതിൽ നിന്നും അതിൻ്റെ ആളുകളിൽ നിന്നും വിട്ടു നിൽക്കാനും അള്ളാഹു നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. വസല്ലല്ലാഹു വസല്ലമ വബാറക അലാ നബീന മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അസ്സലാമു അലൈക്കും.